ലൈസിയം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി. ഹരികൃഷ്ണ എന്നോട് സംസാരിക്കാൻ പറഞ്ഞത് പരിസ്ഥിതി സംരക്ഷണം എന്ന വിഷയത്തെപ്പറ്റിയാണ്. അപ്പോൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം ഓർമ്മിക്കേണ്ടത് MP വീരേന്ദ്രകുമാറിനെയാണ്. അദ്ദേഹം ഏതാനും ദിവസം മുമ്പ് നമ്മളെ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് പല മുഖങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പത്രവും നടത്തിയ പോരാട്ടം. അപ്പോൾ ഞാൻ ആദ്യമായി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഇന്നലെ ലോക പരിസ്ഥിതി ദിനമായിരുന്നു. നമ്മുടെ നാട്ടിൽ അനവധി ആളുകൾ പലയിടത്തും തൈ വെച്ചു. ഞാനും ഇന്നലെ ഒരു തൈ വെച്ചു. അപ്പോൾ അതിനൊക്കെ പരിഹസിച്ചിട്ടൊക്കെ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ചില കുറിപ്പുകൾ, ട്രോളുകളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൈ വയ്ക്കുന്ന ഒരിക്കലും മോശമല്ലല്ലോ. ഒരു തൈ വെച്ചാൽ അത്രയായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കൊറോണയും പരിസ്ഥിതിയായിട്ട് വലിയ ബന്ധമുണ്ട് എന്നാണ് ഏറ്റവും പുതിയ ശാസ്ത്രീയമായ വെളിപ്പെടുത്തൽ. ഡോക്ടർ നോം ചോംസ്കി, അമേരിക്കക്കാരനായ ഭാഷാശാസ്ത്രജ്ഞൻ, ഒരുപക്ഷെ ലോകത്തിന്ന് ജീവിച്ചിരിക്കുന്ന ചിന്തകന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ, അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു. ഈ പുതിയ രോഗാണു പരിസ്ഥിതി നശിപ്പിക്കൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടാവാം എന്നാണ്. എങ്ങനെയെന്ന് വിചാരിച്ചാൽ, പക്ഷികളുടെ, മൃഗങ്ങളുടെ, സസ്യങ്ങളുടെ, ഇഴജാതികളുടെ, മത്സ്യങ്ങളുടെ ഒക്കെ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ കടന്നു കയറി ചെല്ലുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് ഗർഭിണിയായ ഒരു ആനയെ കൊന്ന കാര്യം ഓർത്തു നോക്കുക. നമ്മൾ പല തരത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി ചെല്ലുകയാണ്. അപ്പോൾ അങ്ങനെ എന്ത് സംഭവിക്കും? അപ്പോൾ അവരുടെ ആവാസ വ്യവസ്ഥ തകരാറാവുമ്പോൾ സാധാരണഗതിയിൽ പല തരത്തിലുള്ള കൂടിക്കലറലുണ്ടാവും. ഇതിലിപ്പോൾ വാവലുകൾക്ക് കൊറോണ വൈറസ് പരത്തിയതിൽ ഒരു പങ്കുണ്ട് എന്ന് മിക്ക ശാസ്ത്രകാരന്മാരും സംശയിക്കുന്നുണ്ട്. അപ്പോൾ വാവല് അതിൻ്റെ ലോകത്ത് ജീവിക്കില്ല, അത് നമ്മുടെ ലോകത്തേക്ക് ഇറങ്ങി വരും. എന്താ കാരണം? നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലും. ഇപ്പോൾ പുലി, ആന, നരി, ഈ കുറുക്കൻ, വവ്വാല്, കാക്ക, ഇങ്ങനെ ഏതൊക്കെ പറവകളുണ്ട്, ഏതൊക്കെ മൃഗങ്ങളുണ്ട്, അവരുടെയൊക്കെ മുഴുവൻ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ കയറി ചെല്ലുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി കോറികളാണ്. എന്താ കാര്യം? ഡൈനാമിറ്റ് വെച്ച് പാറ പൊട്ടിക്കുക ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായ, ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യാപാരമാണ്. അപ്പോൾ പരിസ്ഥിതിവാദികൾക്ക് ഒരു നിലയ്ക്ക് വലിയ ആശ്വാസം തരുന്ന ഒന്നാണ് ഈ കൊറോണ കൊണ്ടുവന്ന സാമൂഹ്യ സ്തംഭനം. എന്താ അത്? ഇപ്പം നമ്മൾ മരം മുറിക്കാൻ പോകുന്നില്ല, നമ്മൾ നദി അഴുക്കാക്കുന്നില്ല, നമ്മൾ പാറ പൊട്ടിക്കുന്നില്ല, നമ്മൾ മരം വെട്ടുന്നില്ല, നമ്മൾ നായാട്ട് നടത്തുന്നില്ല. അപ്പോൾ കൊറോണയ്ക്ക് എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും അതിനൊരു ഗുണമുണ്ട്. എന്താ വെച്ചാൽ അത് പ്രകൃതിയെ, പരിസ്ഥിതിയെ നശിപ്പിക്കുന്നില്ല. വായു മലിനീകരണമല്ല, അന്തരീക്ഷ മലിനീകരണമല്ല, ഒന്നുമില്ല.
പക്ഷെ നമുക്ക് ജീവിതത്തിലൊരു സ്തംഭനം വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്നുവെച്ചാൽ, ഈ ലോകം എന്ന് പറയുന്നത്, ഇവിടുത്തെ പ്രകൃതി, ഇവിടുത്തെ വെള്ളം, ഇവിടുത്തെ മരങ്ങൾ, ഇവിടുത്തെ നദികൾ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ മാത്രമുള്ളതല്ല. നമ്മളതിൻ്റെ ഉടമസ്ഥന്മാരല്ല, നമ്മളതിൻ്റെ തമ്പുരാക്കന്മാരല്ല, നമ്മളതിൻ്റെ ജന്മിമാരല്ല. നമ്മൾ എല്ലാവരുടെയും കൂട്ടത്തിൽ, മരങ്ങളുടെയും നദികളുടെയും ഒക്കെ കൂട്ടത്തിൽ ആ ആവാസ വ്യവസ്ഥയിൽ നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുക, കഴിയുന്നത്ര കുറച്ച് ഉപദ്രവിക്കുക, ആവുന്ന ഉപകാരം ചെയ്യുക. ഞാൻ ഈ സമയത്ത് ബഷീറിൻ്റെ ഒരു കഥയുടെ തലക്കെട്ട് ആലോചിക്കുകയാണ്. അപ്പോൾ ഭൂമിയുടെ അവകാശികൾ എന്നാണ് ആ കഥയുടെ തലക്കെട്ട്. ഇത് മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാണോ എന്ന് ബഷീർ ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരമുണ്ട്, ഒരിക്കലും അങ്ങനെയല്ല. ഇത് നമ്മുടെ വീട്ടിലെ മനുഷ്യർക്കും അവിടുത്തെ പശുവിനും ആ പശുവിൻ്റെ തലയിലിരിക്കുന്ന ഒരു കാക്കയ്ക്കും ആ കാക്കയുടെ തലയിലിരിക്കുന്ന ഒരു കൃമിക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന് പറയും. ഞാനിപ്പോൾ പണ്ട് കേട്ടൊരു കഥ ആലോചിക്കുക. ഈ കഥയിലെ മുഖ്യ കഥാപാത്രം വ്യാസനാണ്. വ്യാസൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അദ്ദേഹത്തെ പറ്റിയുള്ള കഥ. വേദങ്ങളൊക്കെ ഒന്നായിരുന്നു, അദ്ദേഹമാണ് വേദങ്ങളെ വ്യസിച്ചത്. വ്യസിക്കുക എന്ന് പറഞ്ഞാൽ പകുക്കുക, എഡിറ്റ് ചെയ്യുക. വേദവ്യാസൻ, വേദങ്ങളെ പകുത്തവൻ എന്ന് പറയും. ഋഗ്വേദം, അഥർവണവേദം, സാമവേദം, യജുർവേദം എന്ന് 4ആയിട്ട് അതിനെ പകുത്തു. പിന്നെ പഞ്ചമവേദമായ മഹാഭാരതം എഴുതി എന്ന് അദ്ദേഹത്തെ പറ്റി കഥയുണ്ട്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളിൽ കഥാപാത്രമാണ്. അങ്ങനത്തെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം വളരെ വൃദ്ധനായ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മകനായ ശുഗബ്രഹ്മർഷി എന്നാണ് പറയുക, അദ്ദേഹം ഐഹിക ജീവിതത്തിൽ, ഇഹലോക ജീവിതത്തിൽ, ലൗകികത്തിൽ വിരക്തി വന്നിട്ട് അദ്ദേഹം വീട് ഉപേക്ഷിച്ച് പോവാണ്. അപ്പോൾ മകൻ ഇങ്ങനെ നാടും വീടും ഉപേക്ഷിച്ച് പോവാണ് എന്ന് മനസ്സിലായപ്പോൾ മഹർഷി വ്യാസൻ മകനെ പിന്നാലെ ചെന്ന് വിളിക്കും. അദ്ദേഹം വിളിച്ചത് പുത്ര മാ ഗാഹ, മകനെ പോകരുത്. അപ്പോൾ മഹർഷി വിളിക്കുന്നത് കേട്ട് മലകൾ അവനെ വിളിച്ചു, മകനെ പോകരുത്. മഹർഷി വിളിക്കുന്നത് കേട്ട് മരങ്ങൾ അവനെ വിളിച്ചു, മകനെ പോകരുത്. മഹർഷി വിളിക്കുന്നത് കേട്ട് നദികൾ അവനെ വിളിച്ചു, മകനെ പോകരുത്. മഹർഷി വിളിക്കുന്നത് കേട്ട് പറവകൾ അവനെ വിളിച്ചു, മകനെ പോകരുത്. അടുത്ത വരി ഇങ്ങനെയാണ്: അങ്ങനെ ശുഗൻ വ്യാസന്റെ എന്ന പോലെ മലകളുടെയും മരങ്ങളുടെയും നദികളുടെയും പറവകളുടെയും പുത്രനായി ഭവിച്ചു എന്ന്. ഇവർക്കൊക്കെ പുത്രനാണ് ആര്? ശുഗൻ. അപ്പോൾ നമ്മൾ പ്രകൃതിയുടെ മക്കളാണ് എന്ന് ഉള്ള ആശയം കാണിക്കുന്ന അനേകം കഥകൾ നമുക്കുണ്ട്. ഇപ്പോൾ സീത ഭൂമിയുടെ മകളാണ് എന്ന് പറയും. സൂര്യവംശജനായ രാമനാണ് അവളെ കല്യാണം കഴിച്ചതെന്ന് പറയും. പിന്നെ നമുക്ക് മത്സ്യത്തിൻ്റെ അവതാരത്തെപ്പറ്റിയും കൂർമ്മം എന്നുള്ള അവതാരത്തെപ്പറ്റിയും ഒക്കെ നമുക്ക് കഥകളുണ്ട്. പിന്നെ നരസിംഹം എന്ന മൂർത്തിയുണ്ട് എന്ന് പറയും. പിന്നെ ഇപ്പോൾ നമുക്കറിയുന്ന വൈശാലി എന്നുള്ള സിനിമ വഴി വളരെ പ്രസിദ്ധനായി തീർന്ന ഒരു കഥാപാത്രമാണ് ഋഷശങ്കൻ. അദ്ദേഹം വിഭാണ്ഡക മഹർഷിയുടെ പുത്രനാണ്. അദ്ദേഹത്തെ പെറ്റത് മാൻപേടയാണ് എന്നാണ് ആ കഥയിൽ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ധാരാളം കഥകൾ ഇത് നമുക്ക് മാത്രമല്ല ഉള്ളതല്ല, എല്ലാ നാട്ടിലുണ്ട്. ഇപ്പോൾ ഞാൻ വേറെ ഒരു ഉദാഹരണം പറയാം. മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമായ ഖുർആനിൽ പറയുന്നുണ്ട്, ഇരുചിറകിൽ പറക്കുന്ന പറവകളും നിങ്ങളെപ്പോലുള്ള സമുദായങ്ങൾ തന്നെയാണ്. ഇങ്ങനെ അനവധി കഥകൾ ഗ്രീക്കുകാരുടെ ഇതിഹാസങ്ങളിൽ, ഇന്ത്യക്കാരുടെ ഇതിഹാസങ്ങളിൽ, അതുപോലെ മറ്റ് അനേകം നാട്ടിലെ നാടൻ കഥകളിലൊക്കെ മനുഷ്യൻ്റെ ഈ മോഹം, അതായത് പ്രകൃതിയുമായിട്ട് ലയിക്കുക, അതിനോട് മത്സരിക്കുകയല്ല, അതിനെ തോൽപ്പിക്കുകയല്ല,
അതിനെ ചൂഷണം ചെയ്യല്ല. നമുക്ക് ജീവിക്കണം. ഇപ്പോൾ നമ്മുടെ അമ്മയാണ്, അപ്പോൾ നമുക്ക് മുലപ്പാൽ കുടിക്കണം. അപ്പോൾ മുലപ്പാൽ കുടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ചോര കുടിച്ച് കളയരുത്, ആ പ്രശ്നം. അപ്പോൾ നദിയിലൂടെ വരുന്നത് എന്താണ്? അത് മുലപ്പാലാണ്. ഇപ്പോൾ വനം എന്നുള്ള വാക്കിൻ്റെ ഒരർത്ഥം ജലം എന്നാണ്. വനമുണ്ടെങ്കിലേ ജലം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി വരികയാണ്. കേരളത്തിൽ ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1973 സൈലന്റ് വാലി കാടുകൾ രക്ഷിക്കാനുള്ള ശ്രമമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പം അത് സമസ്ത കേരള സാഹിത്യ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുൻകൈയിലാണ് ആ സമരം തുടങ്ങിയത്. അവിടുത്തെ മഴക്കാടുകൾ, കുന്തിപ്പുഴ, അവിടുത്തെ സിംഹവാലൻ കുരങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അന്ന് വലിയ പരിഹാസമായിരുന്നു. ആ സമരത്തിന് മുമ്പിലുണ്ടായിരുന്ന ഒരാളാണ് എൻ്റെ സഹപ്രവർത്തകനായിരുന്ന പ്രൊഫസർ MK പ്രസാദ്. അതിലെ പ്രധാനപ്പെട്ട നായിക സുഗതകുമാരി ടീച്ചറായിരുന്നു. അന്ന് ടീച്ചറെ പറ്റിയൊക്കെ വലിയ പരിഹാസമായിരുന്നു. ഇപ്പോൾ മാതൃഭൂമി വീക്കിലി പത്രാധിപർ എന്നുള്ള നിലക്ക് NV കൃഷ്ണവാര്യർ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഓർക്കുന്നത്, അന്ന് ഡോക്ടർ സലീം അലി, ഇന്ത്യയിലെ എന്ന് പറയേണ്ട ലോകത്തിലെ തന്നെ പ്രസിദ്ധനായ ഒരു പക്ഷി നിരീക്ഷകനാണ്, ഇന്ത്യക്കാരനാണ് സലീം അലി. അവിടെ വന്ന് സന്ദർശിച്ച് വലിയ വാർത്താമൂല്യം ഉണ്ടാക്കിയൊരു കാര്യം. അത് ഡോക്ടർ MS സ്വാമിനാഥൻ, അങ്ങനെ ശാസ്ത്രകാരന്മാർ പലരും രംഗത്ത് വന്നു. അങ്ങനെ അന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടികളൊന്നും, ഇടതുപക്ഷ മുന്നണിയാവട്ടെ ജനാധിപത്യ മുന്നണിയാവട്ടെ, ആ സമരത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞില്ല. ഭാഗ്യവശാൽ ഒരാൾ ആ സമരത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. അത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. സൈലന്റ് വാലി രക്ഷിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. നമ്മളത് ആവർത്തിച്ച് പറയണം. കാരണം അവർ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളാണ്. അവരെപ്പറ്റി രാഷ്ട്രീയമായിട്ട് പല വിമർശനമുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇത് ചെയ്തത് അവരാണ്. അവരൊരുപാട് ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാജാക്കന്മാരുടെ പ്രീവി പേഴ്സ് നിർത്തലാക്കിയ അവരാണ്, ബാങ്കുകൾ ദേശാൽക്കരിച്ച അവരാണ്. ഇതുപോലെ നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കരുത്, സൈലന്റ് വാലി രക്ഷിച്ച അധികാരി ആരെന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ആ സൈലന്റ് വാലി സമരം അതിപ്പോൾ 73 എന്ന് പറഞ്ഞാൽ 83, 93, 2003, 2013, അത് കഴിഞ്ഞപ്പോൾ 47 കൊല്ലമായി, അരനൂറ്റാണ്ടാവാൻ പോവാ. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ നഗരങ്ങളിലും അത് വലിയൊരു വിഷയമായിട്ട് അവതരിപ്പിച്ചു. അന്ന് ഇവിടുത്തെ പല കവികളും അതിനുവേണ്ടി എഴുതി. അതിലിപ്പോൾ അയ്യപ്പ പണിക്കരുടെ കാടവിട മക്കളെ എന്നുള്ള കവിത, അല്ലെങ്കിൽ ONVയുടെ ഭൂമിക്കൊരു ചരമഗീതം എന്നുള്ള കവിത, അങ്ങനെ അത്തരം കവിതകളുടെ സമാഹാരങ്ങൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ആളുകൾ ധരിച്ചത് ഇതൊക്കെ കവികളുടെ ചില സ്വപ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ ആരണ്യ സന്ദേശം എന്ന് ഇന്ത്യയെപ്പറ്റി പറയും. വാൽമീകി കാട്ടിലാണ്. കാടിൻ്റെ ഭംഗി, കാടിൻ്റെ നേര്, കാടിൻ്റെ നീതിബോധം, അതിൻ്റെ സൗന്ദര്യം, അവിടുത്തെ എല്ലാ ജീവജാലങ്ങളും ഒത്തുള്ള സഹജീവിതം. ഇതുപോലെ വ്യാസൻ മഹാഭാരതത്തിൽ, ഇപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഉദാഹരണം, അതിൻ്റെ സംസ്കാരം ഉൾക്കൊണ്ട കവിയാണ് കാളിദാസൻ. അപ്പോൾ കാളിദാസൻ്റെ ശാകുന്തളം എന്നുള്ള അതിപ്രസിദ്ധമായ നാടകത്തിൽ ദീർഘാപാങ്കൻ എന്നൊരു മാൻകുട്ടിയുണ്ട് ശകുന്തളയ്ക്ക്. അപ്പോൾ അവളുടെ സഹജീവി സ്നേഹം കാളിദാസൻ പറയുന്നുണ്ട്. അവിടുത്തെ ചെടികൾക്ക് വെള്ളം കൊടുക്കാതെ അവൾ വെള്ളം കുടിക്കാറില്ല. അവൾ രാവിലെ ചെന്ന് അവളൊരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ, ഒരു പാത്രം വെള്ളം കുടിക്കണമെങ്കിൽ അവർക്ക് വെള്ളം ഒഴിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയുള്ളൊരു ജീവിതം. നഗരം കാണുമ്പോൾ ശാർങ്കരവനും ശാരദ്വതനും നഗരത്തിലേക്ക് ശകുന്തളയെ കൊണ്ടാക്കാൻ വേണ്ടി വരുമ്പോൾ അവർ പറയുന്നുണ്ട്,
എങ്ങനെയാണ് കുളി കഴിഞ്ഞവൻ തേച്ചിരിക്കുന്നവനെ കാണുന്നത്, അതുപോലെയാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. ഈ നഗരം തീപിടിച്ച മാതിരി തോന്നുന്ന. അപ്പം നമ്മുടെ നാഗരികത എങ്ങനെയാണ് കാട്ടിൽ നിന്ന് അകന്നു പോയത്, മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും മരങ്ങളിൽ നിന്നും അകന്നു പോയത്, നദികളിൽ നിന്ന് അകന്നു പോയത്, മലകളിൽ നിന്ന് അകന്നു പോയത് എന്ന് കാളിദാസൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൃതി ബംഗാളിയിലെ ആരണ്യക് എന്നുള്ള നോവലാണ്. ആരണ്യക്, അതിൻ്റെ മലയാളത്തിൽ പരിഭാഷ ഉണ്ട്. അതിൻ്റെ പരിഭാഷയുടെ പേര് ആരണ്യക് എന്ന് തന്നെയാണ്, വനം. അത് എഴുതിയത് വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ. വിഭൂതിഭൂഷണെ മലയാളികൾ അറിയും. വിഭൂതിഭൂഷണാണ് പഥേർ പഞ്ചാലി എന്നുള്ള അതിപ്രസിദ്ധമായ നോവൽ എഴുതിയത്. അതിൻ്റെ 2-3 പരിഭാഷ മലയാളത്തിലുണ്ട്. അത് സത്യജിത് റേ സിനിമയാക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഓബു ട്രയോളജി എന്ന് പറഞ്ഞിട്ട് അബുർ സൻസാർമാരുള്ള അബു ആണ് അതിൽ ഓബു എന്ന് അവർ പറയുക. ആ പയ്യനാണ് ഓബു, നമ്മളപ്പു എന്ന് പറയുന്ന മാതിരി. അപ്പോൾ ആ 3 നോവൽ എഴുതിയത് വിഭൂതിഭൂഷണാണ്. വിഭൂതിഭൂഷൻ്റെ വളരെ പ്രസിദ്ധമായ, വളരെ പ്രസക്തമായ ഒരു നോവലാണ് ആരണ്യക്. അത് പണ്ട് വാൽമീകിയും വ്യാസനും പിൽക്കാലത്ത് കാളിദാസനും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ 20-ാം നൂറ്റാണ്ടിൽ നമ്മുടെ പ്രധാനപ്പെട്ട കവി രവീന്ദ്രനാഥ ടാഗോറും ഏത് തരത്തിലുള്ള ഒരു ആരണ്യ സന്ദേശത്തെ, ഒരു ആരണ്യ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചോ അത് മുഴുവൻ സ്വാംശീകരിക്കുന്ന വളരെ പുതിയ കാലത്തിൻ്റെ ഒരു നോവലാണ് ആരണ്യക്. പരിസ്ഥിതി പ്രവർത്തകർ, പ്രകൃതിയോട് സ്നേഹമുള്ള ആളുകളൊക്കെ ആ നോവൽ വായിക്കണം എന്നാണ് എൻ്റെ ശുപാർശ. അപ്പോൾ എന്താ ആരണ്യക് പറയുന്നത്? സത്യനാരായൺ ചരൺ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ, അയാൾ കൽക്കട്ടയിൽ നിന്ന് ഡിഗ്രി പാസ്. അയാൾ വളരെ ദരിദ്രനാണ്. അയാൾക്ക് ജോലിയൊന്നും കിട്ടിയില്ല, പിന്നെ ബിസിനസ് ചെയ്യാൻ കാശൊന്നുമില്ല, അയാൾക്ക് ജീവിക്കാൻ മാർഗമില്ല. അപ്പോൾ അയാളുടെ സഹപാഠിയായ ഒരു പ്രഭുകുമാരനുണ്ട്. അവനോട് പറഞ്ഞു, താൻ എന്തെങ്കിലും എനിക്കൊരു ആഹാരം കഴിക്കാനും മാസത്തിൽ ശമ്പളം കിട്ടാനുള്ള ഒരു ഏർപ്പാടായി തരണം. അപ്പോൾ അയാൾ ദൂരത്തുള്ള അയാളുടെ എസ്റ്റേറ്റിലേക്ക് അയക്കുകയാണ് ഇയാളെ. അയാൾ തൻ്റെ സഹപാഠിയായ പ്രഭുകുമാരൻ്റെ അവിടുത്തെ ജോലിക്കാരൻ, അവിടുത്തെ മാനേജറാണ്. അപ്പോൾ എന്താണ് അവിടെ, അത് ബീഹാറിൻ്റെയും ബംഗാളിൻ്റെയും അതിരിലാണ് ഈ സ്ഥലം. അപ്പോൾ അവിടെ കാട് ഓരോരുത്തർക്ക് പതിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ അളവ് പറയുന്നത് ബീഘ എന്നാണ്. എനിക്ക് തോന്നുന്നത് ഒരു 2.5 ഹെക്ടറോ മറ്റാണ് ഒരു ബീഘ എന്ന് പറയുന്നത്. എനിക്ക് ഉറപ്പില്ല. അപ്പം അത് അങ്ങനെ അവിടെ ഇങ്ങനെ ആളുകൾ കാട് വെട്ടിത്തെളിച്ച് ഇങ്ങനെ അതിങ്ങനെ വനഭൂമികളൊക്കെ വിളഭൂമികളായി വരുമ്പോൾ വനം കൂടെ പിൻവാങ്ങി പോകുന്നതിൻ്റെ വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗം, ഒരു ചിത്രം ആ നോവലുണ്ട്. ഞാനതിൽ ഓർക്കുന്ന ഒരു കഥാപാത്രം യുഗളപ്രസാദ് എന്നാണ്. അയാളുടെ കയ്യിലൊരു സഞ്ചിയുണ്ട്. ഈ സഞ്ചിയിലൊക്കെ എപ്പോഴും ചെറിയ തൈകളാണ്. എവിടെ ചെന്നാലും അയാൾ 4-5 തൈ നടും. അത് കാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും റോഡിലാണെങ്കിലും ഒക്കെ. അങ്ങനെ സത്യനാരായൺ ചരൺ കൽക്കട്ടയിലേക്ക് മടങ്ങി എത്തുന്നിടത്താണ് ആ നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ എത്രമാത്രം കാടിനെ സ്നേഹിച്ചിരുന്ന ഒരാളാണ് ഈ സത്യനാരായണൻ. അയാളുടെ കൈകൊണ്ട് തന്നെയാണ് അത് മുഴുവൻ ഇങ്ങനെ കാട് തീർന്ന് അതിങ്ങനെ നാടായി വീടായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കാട്ടിലെ നിലാവ്, അവിടുത്തെ അരുവികൾ, അവിടുത്തെ പൂക്കൾ, അവിടുത്തെ പക്ഷികളുടെ ശബ്ദം, അവിടുത്തെ ആദിവാസികളുടെ ജീവിതം, അവരുടെ പ്രണയം, അവരുടെ കലഹം, അവരുടെ ഉപജീവന സമ്പ്രദായങ്ങൾ, അതുപോലെ നമ്മുടെ സംസ്കാര സമ്പന്നർ എന്ന് വിചാരിക്കുന്ന
മുഖ്യധാരാ സംസ്കാരത്തിന് അങ്ങോട്ട് ചെല്ലുന്ന ആളുകൾ അവരെക്കാൾ ഇത്ര താഴെയാണ് എന്ന് കാണിക്കുന്ന അനേകം രംഗങ്ങൾ. അത് പരിസ്ഥിതി പ്രവർത്തകർ അതിൻ്റെ പുതിയ പതിപ്പ് അച്ചടിച്ച് വിതരണം ചെയ്യണം എന്നാണ് ഞാൻ പറയുക. അത്ര മനോഹരമായൊരു പുസ്തകമാണ്. ഇപ്പോൾ നമ്മുടെ കവികൾ ഇതിനെപ്പറ്റി എഴുതിയ കവിതകൾ, അതുപോലെ ലേഖനങ്ങൾ, ഇപ്പോൾ സുഗതകുമാരി ടീച്ചറുടെ കവിതകൾ, അവരുടെ ലേഖനങ്ങൾ, അവരുടെ ലേഖന സമാഹാരങ്ങൾ, ഇതുപോലെ സുഗതകുമാരി ടീച്ചറുടെ അനിയത്തി സുജാതാദേവി, അവർ മരിച്ചുപോയി. എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. അവർ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. സുഗതകുമാരി ടീച്ചറുടെ ചേച്ചി ഹൃദയകുമാരി ഇതുപോലെ പ്രൊഫസറായിരുന്നു, ഇംഗ്ലീഷിന് തന്നെ പ്രൊഫസറായിരുന്നു. സുഗതകുമാരി ടീച്ചർ പഠിച്ചത് തത്വചിന്തയാണ്, ഫിലോസഫി. സുജാതാദേവി അവർ ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറായിരുന്നു. കുറച്ച് കാലം കോളേജിൽ ഗവൺമെൻറ് കോളേജിൽ പ്രിൻസിപ്പലായിരുന്നു, മരിച്ചുപോയി. അവരാണ് ഈ കാട് നശിപ്പിക്കുന്നതിനെതിരായിട്ട്, പ്രത്യേകിച്ച് ആനകൾക്കെതിരായിട്ട് മലയാളികൾ എന്ത് കാണിക്കുന്നു, എന്തൊക്കെ അന്യായമാണ് നമ്മൾ ആനകളോട് ചെയ്യുന്നത്. അതിനിപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പാലക്കാട്ട് ഒരു ആന ഇങ്ങനെ ചെരിയാനിടയായ സാഹചര്യത്തിൽ പ്രത്യേക പ്രസക്തിയുണ്ട് സുജാത ടീച്ചർ ഓർമ്മിക്കുന്നതിൽ. അവർ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനങ്ങൾ, അവർ കുട്ടികളെയും കൂട്ടുകാരെയും കൂട്ടി നടത്തിയിട്ടുള്ള വനയാത്രകൾ, ഒരുപാട് ആളുകൾ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില ആളുകളുടെ പേര് മാത്രമാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ, ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ച ആളുകൾ, മലകൾക്ക് വേണ്ടി ഇപ്പോൾ പശ്ചിമഘട്ട രക്ഷായാത്ര എന്നുള്ള ഒരു സംഗതി ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. അങ്ങനെ ഒരുപടി. അപ്പോൾ ഇപ്പോൾ ഇതൊന്നും ഭൂതകാല കഥകൾ മാത്രമല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഗാഡ്ഗിൽ റിപ്പോർട്ടാണ്. ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ എവിടെയൊക്കെയാണ് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളുള്ളത്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് കൃഷിയുടെ പേരിൽ, കുടിയേറ്റത്തിൻ്റെ പേരിൽ, കയ്യേറ്റത്തിൻ്റെ പേരിലൊക്കെ അതിനെ ന്യായീകരിക്കുകയും അത്തരം കാര്യങ്ങളെ ന്യായീകരിക്കുകയും ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ തള്ളിക്കളയുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും ഒരു പാർട്ടിക്കാരനും ഒരു മുന്നണിക്കാരനും അത് മനസ്സിലായില്ല. എന്താ കാരണം? ഇപ്പോൾ ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ വയനാട്ടിൽ അവിടെ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി വന്ന ആളുകളുണ്ട്. അവർ വിലയ്ക്ക് വാങ്ങിയതോ കയ്യേറിയതായ ഭൂമിയുണ്ട്. അവിടെ ഇനി ഒരു അണ കെട്ടരുത് എന്നോ അവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കരുത് എന്നോ റിസോർട്ടുകൾ പണിയരുത് എന്നോ അവിടെ മരം മുറിക്കരുത് എന്നോ പറയുമ്പോൾ അത് കൃഷിക്കാരൻ്റെ അവകാശത്തിൽ ഇടപെടുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പള്ളി അത് ഏറ്റെടുക്കുക. പള്ളി ഏറ്റെടുക്കുമ്പോൾ അവർക്കൊക്കെ വോട്ടുള്ളതുകൊണ്ട് ഒന്നോ രണ്ടോ പാർട്ടിക്കാരത് ഏറ്റെടുക്കും. പാർട്ടിക്കാർ ഏറ്റെടുക്കുമ്പോൾ ആ പാർട്ടി ഏത് മുന്നണിയിലാണോ ആ മുന്നണി മിണ്ടൂല, എതിർ മുന്നണി തീരെ മിണ്ടൂല. എന്താ കാരണം? ആലോചിക്കൂ. ഇപ്പോൾ കൊറോണക്കാലത്ത് ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു. എന്താണ്? ഏറ്റവും അവസാനം പൂട്ടിയതായിരുന്നു മദ്യശാല. ഏറ്റവും ആദ്യം തുറന്നത് മദ്യശാലയാണ്. പിന്നെ ഇപ്പോൾ തുറക്കാൻ പോകുന്നു ദേവാലയങ്ങൾ. അപ്പോൾ ഈ മദ്യം മരുന്നായിട്ട് കുറിച്ച് കൊടുക്കണം എന്ന് ഡോക്ടർമാരോട് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞു മദ്യം മരുന്നല്ല, ഞങ്ങൾക്ക് കുറിക്കുന്ന പണിയല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ രക്ഷപ്പെട്ട എങ്ങനെയാണ്? ഹൈക്കോടതിയിൽ ചെന്നിട്ട് ഹൈക്കോടതിയുടെ വിധി മേടിച്ചിട്ടാണ് ഡോക്ടർമാർ രക്ഷപ്പെട്ടത്. ഇപ്പോൾ അതേ ഡോക്ടർമാർ, അവരുടെ സംഘടന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, IMA പറയുന്നു ദേവാലയങ്ങൾ തുറക്കരുത് എന്ന്. ഇതൊക്കെ വോട്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, 1ാം EMS മന്ത്രിസഭ അനുവാദം കൊടുത്താണ് ഞങ്ങളുടെ നാട്ടിലെ മാവൂർ ഗോളിയോർ റൈംസ് എന്നുള്ള സ്ഥാപനം 40 കൊല്ലം പ്രവർത്തിച്ചു. അപ്പോൾ ആലോചിക്കൂ, 57-ലെ മിനിസ്ട്രി ഒരു കുത്തക മുതലാളിയെ കൊണ്ടുവന്ന കഥ ഈ പറയുന്നത്. മാവൂരിലെ ആ അന്തരീക്ഷ മലിനീകരണം, അവിടുത്തെ ചാലിയാറ് മലിനീകരണം, അത് ഉൽപ്പാദിപ്പിച്ചത് കുറേ പൾപ്പ് ഉൽപ്പാദിപ്പിച്ചു, പിന്നെ ധാരാളം ക്യാൻസർ രോഗികളെ ഉൽപ്പാദിപ്പിച്ചു. ആ ചാലിയാറിൻ്റെ മലിനീകരണത്തിനെതിരായിട്ടും അവിടുത്തെ അന്തരീക്ഷ മലിനീകരണത്തിനെതിരായിട്ടും പടപൊരുതി
രക്തസാക്ഷിയായ ഒരാളാണ് KA റഹ്മാൻ. പലരും കേട്ടിട്ടില്ല പേര്. KA റഹ്മാൻ. അദ്ദേഹം വാഴക്കാട് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ ഞങ്ങളുടെ നാട്ടിലെ അന്തരീക്ഷ മലിനീകരണത്തിനെതിരായിട്ടും ജലമലിനീകരണത്തിനെതിരായിട്ടും പോരാടാൻ വേണ്ടി മാറ്റിവെച്ച ഒരാളാണ് റഹ്മാൻ. മരിച്ചുപോയി. ക്യാൻസർ പിടിച്ചാൽ മരിച്ചത്. ക്യാൻസർ വരുന്നായിരുന്നു പറഞ്ഞത്. അവിടെ പലർക്കും ക്യാൻസർ വന്നു. ഇപ്പോൾ ഗോളിയോറൻസ് തുറക്കുന്നതിന് മുൻപ് അവിടുന്ന് പുറത്തേക്ക് വിടുന്ന മലിനജലം ശുദ്ധീകരിക്കാനൊരു പ്ലാന്റ് ഉണ്ടാക്കണം എന്ന് ഗവൺമെൻറ് പറഞ്ഞില്ല, തൊഴിലാളികൾ പറഞ്ഞില്ല, നാട്ടുകാർ പറഞ്ഞില്ല. എല്ലാവർക്കും വലിയ ജോലി കിട്ടും, വലിയ ശമ്പളം കിട്ടും. വലിയ ശമ്പളമായിരുന്നു അന്ന്. സാധാരണ സ്കൂൾ മാഷക്ക് 150 രൂപ ശമ്പളം ഉള്ളപ്പോൾ അവിടുത്തെ ഒരു പ്യൂണിന് 700 രൂപ ശമ്പളം ഉണ്ടായിരുന്നു. നാട്ടിലായതുകൊണ്ട് എനിക്കിത് കൃത്യമായിട്ട് അറിയാം. അവിടുത്തെ പുറത്തേക്ക് വരുന്ന പുക ശുദ്ധീകരിക്കാൻ ഒരു പ്ലാന്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആ പുക വളരെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ സംവിധാനം വേണം എന്ന് പറഞ്ഞില്ല. മലിനജലം ചാലിയാറിലേക്ക് ഒഴുക്കി വിട്ടു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളുടെ പുഴയത്, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പുഴ ഇരുവഞ്ചിപ്പുഴയാണ്. അത് ചാലിയാറിൻ്റെ ഒരു പോഷക നദിയാണ്. ചെറുവാടി ചെന്നിട്ട് ഞങ്ങളുടെ ഇരുവഞ്ചിപ്പുഴ ചാലിയാറിൽ ചേരും. ചാലിയാറിൻ്റെ അപ്പുറത്ത്, ചാലിയപ്പുറത്താണ് എൻ്റെ ഉമ്മയുടെ നാട്. ഞാൻ കുട്ടിക്കാലത്തൊക്കെ എത്രയോ വട്ടം വിരുന്ന് പോകുന്നതാണ് അവിടെ. എന്തൊരു നദിയായിരുന്നത്. അത് മുഴുവൻ നശിപ്പിച്ചു. അപ്പോൾ മുസ്ലിം ലീഗുകാരനായിരുന്നു KA റഹ്മാൻ. അദ്ദേഹം, ഞാൻ ആവർത്തിക്കുകയാണ്, പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിന് ഒരാളുടെയും പിന്തുണ കിട്ടിയില്ല. അവിടെ കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും മുസ്ലിം ലീഗുകാരുടെയും ഒക്കെ തൊഴിലാളി സംഘടനകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ പുതിയ ധാരാളം നേതാക്കന്മാരുണ്ടായി വന്നു. ആ നേതാക്കന്മാരുണ്ടായി വന്ന ഒരാളായിരുന്നു PI ശങ്കരനാരായണൻ. അദ്ദേഹം മരിച്ചുപോയി. വേറെ ഒരാളാണ് എളമരം കരീം. വേറെ ഒരാളാണ് ET മുഹമ്മദ് ബഷീർ. അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ STU, INTUC, CIT ഒക്കെ ഉണ്ടായി വന്നു. പക്ഷേ ആ നദി മരിച്ചു. അവിടുത്തെ അന്തരീക്ഷം കലുഷമായി. ഇവിടുത്തെ നിലമ്പൂർ കാടുകളിലെ മരവും മുട്ടിയും മുളയും തീർന്നപ്പോൾ 2000 40 കൊല്ലം പണിയെടുത്തിട്ട് ഫാക്ടറി പൂട്ടി. അതിനുമുമ്പ് ഫാക്ടറി പൂട്ടണം എന്ന് ചില സമരമൊക്കെ ഉണ്ടാവും, അതൊക്കെ അങ്ങനെ പോവും. ഇവിടെ UDFO LDFO മാറി മാറി ഭരിക്കുന്ന സ്ഥലമാണല്ലോ കേരളം. ആ 2 മുന്നണിക്കാരെ കൊണ്ടും അവരുടെ ഭരണാധികാരികളെ കൊണ്ടും ഗോളിയോറൻസിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ ആ ഫാക്ടറി പൂട്ടണമെന്നല്ല, ആ ഫാക്ടറിക്കാരോട് നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ ചിലവുണ്ടെങ്കിലും ഈ മലിനജലം ചാലിയാറിലേക്ക് ഒഴിക്കരുത്, അത് നിങ്ങളൊന്നൊരു ശുദ്ധീകരിച്ച് വിടണം, അല്ലെങ്കിൽ പുറംകടലിൽ കൊണ്ട തള്ളണം. അതുപോലെ നിങ്ങളുടെ വിഷപ്പുക നിങ്ങൾ ശുദ്ധീകരിക്കാൻ പ്ലാൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് ഇത്ര കിലോമീറ്റർ ഉയരത്തിലേക്ക് പോകണം എന്ന് പറയാൻ സാധിച്ചില്ല. ഇപ്പോൾ ഒക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ തൊഴിലാളികളുടെ അടുത്ത് നിന്ന് സംഭാവന കിട്ടും, ഈ തൊഴിലാളികളുടെയും അവരുടെയും കുടിയേറ്റക്കാരുടെയൊക്കെ കുടുംബക്കാരുടെ വോട്ട് കിട്ടും എന്ന് വെച്ചിട്ട് ഒരു സംഗതി പരിസ്ഥിതി ദുർബലമാണ് എന്ന് ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിന് ഇവിടെ പുല്ല് വിലയാണ്. അത് നമ്മൾ ഈ കഴിഞ്ഞ പ്രളയകാലത്തും അതിനു മുമ്പത്തെ പ്രളയകാലത്തും അനുഭവിച്ചു ആണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് മഴ നിയന്ത്രിക്കാൻ കഴിയാത്തത്, പുഴ നിയന്ത്രിക്കാൻ കഴിയാത്തത്, എങ്ങനെയാണ് പ്രളയം തടുക്കാൻ കഴിയാത്തതെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ 18 വാർഡ് മാത്രമുള്ള ഒരു ചെറിയ പഞ്ചായത്താണ് ഞങ്ങളുടെ കാരശ്ശേരി പഞ്ചായത്ത്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുള്ള മാതിരി ധാരാളം ക്വാറികൾ ഇവിടെയുണ്ട്. ഒന്നാം പ്രളയത്തിൽ 25 തവണയാണ് വലുതും ചെറുതായ ഉരുൾപൊട്ടൽ ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ടായത്. തൊട്ടടുത്ത കൂടരഞ്ഞി പഞ്ചായത്തിൽ 35 വട്ടം ഉരുൾപൊട്ടി. അതിൽ 2-3 ചെറുപ്പക്കാർ മരിച്ചുപോയി. ഭാഗ്യത്തിന് ഞങ്ങളുടെ പഞ്ചായത്തിൽ ആരും മരിച്ചില്ല. അപ്പോൾ പച്ചവെള്ളം നിങ്ങളോട് പ്രതികാരം ചെയ്യും, പുഴ നിങ്ങളോട് പ്രതികാരമോഹത്തോടെ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരും എന്ന് നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കിയത്. ഒരു മല ബോംബ് പൊട്ടും പോലെ പൊട്ടും എന്നതിനെയാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ പരിസ്ഥിതിയോട് കളിക്കരുത്, പ്രകൃതിയോട് കളിക്കരുത്. നമ്മൾ അത് ഞാൻ പറയില്ല, അത് ഒരു മാതൃത്വ ഭാവത്തിൽ അതിനെ കാണേണ്ടത്. നമ്മളതിനെ പ്രകോപിപ്പിക്കരുത്. ആ തരത്തിലുള്ള
പ്രകൃതിയുടെ കൂടെ ജീവിക്കാനുള്ള മരങ്ങളെയും മലകളെയും പറവകളെയും ജന്തുക്കളെയും ഇഴജാതികളെയും ജലജീവികളെയും നമ്മളെപ്പോലെ കാണാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം എന്നാണ് പരിസ്ഥിതി ദിനത്തിൻ്റെ ആഹ്വാനം. അത് ഒരിക്കൽ കൂടി മലയാളികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എൻ്റെ സംഭാഷണം കേട്ടിരുന്നതിന് നിങ്ങൾക്ക് നടത്തുന്ന ക്ലാസ്സുകളും ക്യാമ്പുകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മാതൃഭൂമി പത്രത്തിൻ്റെയും മനോരമ പത്രത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അത്തരം ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള അറിവില്ല. ഞാൻ പറയുന്നത് ചെറുപ്പക്കാർക്ക് ഈ തിരിച്ചറിവുണ്ടായാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. ഇപ്പോൾ എനിക്ക് 69 വയസ്സായി. എൻ്റെ പ്രായമുള്ള ആളുകൾക്ക് ഈ അറിവുണ്ടായിട്ട് ഒരു കാര്യമില്ല. ഇത് മുന്നോട്ട് പോകണമെങ്കിൽ വിദ്യാർത്ഥികൾ, യുവാക്കൾ ഈ കാര്യം ശ്രദ്ധിക്കണം. വെള്ളം അഴുക്കപ്പോൾ ഒന്നും വേണ്ട, നിങ്ങളുടെ കയ്യിലെ ഒരു കുപ്പി, കാലിക്കുപ്പി പുഴയിലേക്ക് വലിച്ചെറിയരുത്, അല്ലെങ്കിൽ റോട്ടിലേക്ക് വലിച്ചെറിയരുത് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത്രയായി. അതുപോലെ നമ്മുടെ കയ്യിലുള്ള അഴുക്ക്, നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ്, നമ്മൾ ഉപേക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഉപേക്ഷിക്കേണ്ട സ്ഥലം ഒരു കുളമല്ല, ഒരു നദിയല്ല, ഒരു കിണറല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് വേണം. അവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം ഞാൻ വിചാരിക്കുന്നത്. സുസ്ഥിര വികസനത്തിന് കേരള മാതൃക സാറിൻ്റെ നിരീക്ഷണത്തിൽ എങ്ങനെയാകണം എന്നാണ് മിഥുൻ ചോദിക്കുന്നത്. അതിപ്പോൾ നമ്മളിപ്പം നമ്മുടെ വികസനം എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രമല്ല എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അതായത് ഒരു നദി നശിച്ചിട്ട്, ഒരു മല നശിച്ചിട്ട്, ഒരു കാട് നശിച്ചിട്ട് നിങ്ങൾക്ക് റോഡ് ഉണ്ടായിട്ടോ നിങ്ങൾക്ക് വിമാനത്താവളം ഉണ്ടായിട്ടോ ഒരു കാര്യമില്ല. കാരണം നമ്മൾ കൃഷി കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. പ്രകൃതിയാണ് നമ്മുടെ അന്നം തരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഏത് വികസനവും നമ്മുടെ പ്രകൃതിയോടും കൃഷിയോടും ചേർന്ന് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. വിഷ്ണു ചോദിക്കുകയാണ്, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി നിലക്കൊണ്ട PT തോമസിന് സംഭവിച്ചത് കേരളം കണ്ടതാണല്ലോ. രാഷ്ട്രീയക്കാർ പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളാതിരിക്കുന്നതിൽ അത്ഭുതമുണ്ടോ? അത്ഭുതമില്ല. പക്ഷേ വേറൊന്ന്, തോമസിൻ്റെ മാതിരിയുള്ള നേതാക്കന്മാർ നമുക്കുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ആശ്വാസം. അത് ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഞാൻ വിചാരിക്കുന്നത്. അതായത് ഈ പ്രകൃതി നശിച്ച് നമുക്ക് ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ കാര്യം മനസ്സിലാവുണ്ടല്ലോ, അല്ലെ ഒരു കൊറോണ വരുമ്പോൾ. ഞാൻ ആവർത്തിക്കുകയാണ്, ഈ കൊറോണ വൈറസ് ഉണ്ടായതിലും അതിൻ്റെ വ്യാപനത്തിലുമൊക്കെ ഈ പ്രകൃതി നശിച്ചത് ഒരു പ്രധാന കാരണമാണെന്ന് പല ശാസ്ത്രകാരന്മാരും കരുതുന്നുണ്ട്. കാവുകളും കുളങ്ങളും സംരക്ഷിക്കേണ്ട ആവശ്യകത എത്രത്തോളമുണ്ട്? അതായത് കാവ് കുളമൊക്കെ സംരക്ഷിക്കേണ്ടതാണ്. ഞാനതിൻ്റെ പരിസ്ഥിതി സംബന്ധമായ താല്പര്യത്തിലാണ് പറയുന്നത്, അല്ലാതെ അതിൻ്റെ വിശ്വാസമായിട്ടോ അന്ധവിശ്വാസമായിട്ടോ ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. സൈബർ മിസ്ഗൈഡൻസിനെ പറ്റി അഭിപ്രായം എന്താണ് എന്ന് പ്രവീൺ വിജയൻ ചോദിക്കുന്നു. അതിപ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ധാരാളം വ്യാജ വാർത്തകളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതിപ്പോൾ ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. എന്താ കാര്യം വെച്ചാൽ, കള്ളം എന്തിൻ്റെ പേരിൽ പറഞ്ഞാലും ആര് പറഞ്ഞാലും വലിയ കഷ്ടമാണ്. പാലക്കാട്ട് ആന ചരിയുമ്പോൾ അതിന് എന്താണ് കൈതച്ചക്കയിൽ വിഷം ചേർത്ത് കൊടുത്തത് ആരാണ് എവിടെയാണെന്ന് അറിഞ്ഞാൽ തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും പ്രദേശത്തിൻ്റെ പേരിൽ പറയാൻ പാടില്ല. അത് മലപ്പുറത്താണ് എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് വർഗീയമായിട്ട് ഉപയോഗിക്കുകയാണ്. വലിയ കഷ്ടമാണ്. പിന്നെ വത്സലകുമാരി പറയുന്നു, ഇത് വളരെ നല്ല സന്ദേശമാണ് എന്ന്. വളരെ നന്ദി. പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ മാഷിന് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? ഞാൻ വളരെ കുട്ടിക്കാലത്ത് തന്നെ ഈ പുഴ സംരക്ഷണത്തിന് വേണ്ടി, അതുപോലെ ശബ്ദശല്യത്തിനെതിരായിട്ട്, പുഴയിൽ തോട്ടം പിടിക്കുന്നതിനായിട്ടൊക്കെ സമരം ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമരമുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വെല്ലുവിളിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൽ എൻ്റെ ഭാര്യയ്ക്ക് വളരെ താല്പര്യമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറയണം. ലോക ജനസംഖ്യ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഭൂമിക്ക് ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിനേക്കാൾ ജനസംഖ്യ ആയി കഴിഞ്ഞാൽ ജനങ്ങൾ പ്രകൃതിയെ ചൂഷണം ചെയ്ത് തുടങ്ങില്ലേ? അതിനെങ്ങനെ തടുക്കാൻ കഴിയും?
അതായത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്നത്. അതിപ്പോൾ കേരളത്തിലൊക്കെ 69-70 കാലത്ത് ഞങ്ങളൊക്കെ BA ഒക്കെ പഠിക്കുന്ന കാലത്ത് വലിയ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീലക്ഷ്മി പറയുന്നു, അന്നം തരുന്ന പ്രകൃതിയോട് ചേർന്ന് നിലകൊള്ളുന്ന ഒരു തലമുറ ഉണ്ടാകട്ടെ. ഞാൻ അവരുടെ ആശംസയുടെ കൂടെയാണ്. കൊറോണയും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ബീന മധു ചോദിക്കുന്നു. അതായത് ചില ശാസ്ത്രകാരന്മാർ വിചാരിക്കുന്നുണ്ട് നമ്മൾ പ്രകൃതിയുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ജന്തുക്കളുടെയൊക്കെ ആവാസ വ്യവസ്ഥയെ ബുദ്ധിമുട്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ ഇടകലർന്ന് ജീവിക്കാൻ പാടില്ലാത്ത സ്ഥിതികളുണ്ട്. അപ്പോൾ അവരെ അവരുടെ വഴിക്ക് വിടണം. പുലിയെയോ കുരങ്ങിനെയൊക്കെ നമ്മൾ ആനയൊക്കെ അങ്ങനെ വിടണം. അതിന് പകരം നമ്മളതൊക്കെ കൂട്ടിക്കുഴച്ചിട്ട് ആവാസ വ്യവസ്ഥ തകരാറാക്കിയതാവാം ഇത് ഉണ്ടാവാനും ഈ തരത്തിൽ വ്യാപിക്കാനും കാരണം എന്ന് ചില ശാസ്ത്രകാരന്മാർ പറയുന്നുണ്ട്. കൊച്ചുകുട്ടികളിൽ പ്രകൃതിയോടുള്ള ഇഷ്ടം വളർത്താൻ മുതിർന്നവർക്ക് എന്തെല്ലാം പ്രചോദനങ്ങൾ നൽകാം? ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ധാരാളം കവിതകളുണ്ട്, ധാരാളം കഥകളുണ്ട്. ഇപ്പോൾ ഒരു കഥ ഞാൻ പറഞ്ഞു. ഇത്തരം കഥകൾ, ഇത്തരം 1-2 കവിതകളുടെ പേര് ഞാൻ പറഞ്ഞു. ഇത്തരം കവിതകളൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ജി ശങ്കരക്കുറുപ്പിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് ചന്ദനക്കട്ടിൽ. അതിൽ ഒരു ആനറാഞ്ചി പക്ഷി ഒരു കുഞ്ഞിനെ വളർത്തുന്നതാണ്. അത്തരം നല്ല കഥയാണ് അസലായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കഥകൾ, നോവലുകൾ, ഇപ്പോൾ ദർസു ഉസാല എന്ന് പറഞ്ഞിട്ടൊരു ജപ്പാനീസ് സിനിമയുണ്ട്. അത് കളർ സിനിമയാണ്. കാട്ടിൽ നിന്ന് വരുന്ന ഒരാൾ നാട്ടിൽ നിന്ന് ഒരു കാട്ടിലേക്ക് തിരിച്ചു പോകുന്ന അത്തരം ധാരാളം സിനിമകളുണ്ട്, നാടകങ്ങളുണ്ട്, നോവലുകളുണ്ട്. ഞാൻ ഒരു നോവലിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അതൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുന്നത് നന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അരുൺ കൃഷ്ണൻ ചോദിക്കുന്നു, ആണ്ടിലൊരിക്കൽ തൈ നടുന്നതാണോ പരിസ്ഥിതി സംരക്ഷണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ദിവസം മാത്രം പരിസ്ഥിതിയെ ഓർക്കേണ്ടതായിട്ടുണ്ടോ? ഇത് വളരെ നിഷേധാത്മകമായ ഒരു ആലോചനയാണ്. ഒരു തൈ ഒരു ദിവസം വെച്ചു, അത്രയും നല്ലതെന്ന് പറയണ്ടേ? അതിനെ പരിഹസിക്കാൻ പാടുണ്ടോ? ഇപ്പോൾ ഞാൻ പറയാം, 1000 ആൾ കേരളത്തിൽ ഇന്നലെ തൈ വെച്ച് നിൽക്കാം. 1000 തൈ ഭൂമിയിൽ വന്നില്ലേ? അതിൽ 100 എണ്ണം ബാക്കിയാൽ അത്രയും നല്ലതല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണമെന്ന് പറയാം. അത് മാത്രമാണ് ഞാൻ പറയുന്നില്ല, ആരും പറയില്ല, അങ്ങനെ പറയാൻ പാടില്ല. അതൊരു ബോധം വളർത്തലാണ്, ബോധവൽക്കരണമാണ്. കാരണം നമ്മുടെ കുട്ടികളെ നോക്കും പോലെ നമ്മൾ നോക്കേണ്ടതാണ് എന്ത്? ഈ തൈ അല്ലെങ്കിൽ ചെടി, പൂക്കളെയും ചെടികളെയും മരങ്ങളെയും ഒക്കെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. മിഥുൻ പറയുന്നു, എന്താണ്, എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ പ്രചോദനം നൽകുന്നതാണ്. നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ നേരിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുക. വളരെ നന്ദി, നല്ല വാക്കുകൾക്ക് നന്ദി. ശ്രീജിത്ത് ചോദിക്കുകയാണ്, ലോകാവസാനത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ നാം ജീവിക്കുന്നത്. അത്തരം ചിന്തകൾ ഭൂമിയുടെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്താൻ കഴിയുമോ? ലോകം അവസാനിക്കുമോ, എന്ന് അവസാനിക്കുന്നൊന്നും ആർക്കും അറിയില്ല. ഇതൊക്കെ മതക്കാരുണ്ടാക്കുന്ന ഓരോ കഥകളാണ്. അപ്പം ലോകം എങ്ങനെ അവസാനിക്കും, അങ്ങനെ ദജ്ജാല് വരാനുണ്ട്, അന്തിക്രിസ്തു വരാനുണ്ട്, കലിയുഗത്തിൽ കൽക്കി അവതരിക്കും. അതൊക്കെ കഥകളാണ്. അതൊക്കെ കേൾക്കാനും വായിക്കാനും ഒക്കെ രസമുണ്ടാവും. അതൊക്കെ വിടുക. നമ്മളിപ്പോൾ ലോകം നാളെ അവസാനിക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഇപ്പോൾ മുഹമ്മദിന് ഇവിടെ ഒരു വചനം ഞാൻ പറയാം. അദ്ദേഹം പറയാണ്, നാളെ ലോകാവസാനമാണ് എന്ന് നിനക്ക് ബോധ്യമായാലും ഇന്ന് ഒരു തൈ നടാൻ അവസരമുണ്ടെങ്കിൽ ആ തൈ നടണം എന്നൊരു നബിവചനമുണ്ട്. അതാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ലോകാവസാനം എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ആലോചിച്ചിട്ട് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. വരുമ്പോൾ വന്നോട്ടേന്നേ, മരണം ഉണ്ടല്ലോ, മരണം അടിച്ച് നമ്മളൊരു പണിയെടുക്കാതിരിക്കുന്നില്ലല്ലോ. മരണം വരുമ്പോൾ വന്നോട്ടെ, അത്രയേ ഉള്ളൂ. ആർച്ചായിരിക്കും പറയുന്നു, താങ്ക് യു സോ മച്ച് സർ, യു ആർ വെൽക്കം. പിന്നാരാണ്, എന്താ കുട്ടിയുടെ പേര് ട്യൂണാണോ? എനിക്കിത് അറിഞ്ഞൂടാത്. അങ്ങേപോലുള്ളൊരു വാക്കുകൾ നമ്മുടെ വരും തലമുറയ്ക്ക് പ്രചോദനമാകട്ടെ. നന്ദി. ഓക്കെ, വളരെ സന്തോഷം. സേറിൻ്റെ അഭിപ്രായത്തിൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി ആണോ ലോക്ക്ഡൗൺ സ്ട്രാറ്റജി ആണോ കൊറോണയെ നേരിടാൻ മെച്ചപ്പെട്ടത്?
അത് പ്രവീണ ചോദിക്കുന്നത്, പ്രവീൺ വിജയൻ, പ്രവീൺ. അപ്പോൾ ഒന്ന്, ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി, ലോക്ക്ഡൗൺ സ്ട്രാറ്റജി തുടങ്ങിയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ അഭിപ്രായം പറയേണ്ടത് ശാസ്ത്രം പഠിക്കാത്ത എന്നെ പോലുള്ള ആളുകളല്ല, നമ്മളൊക്കെ വല്ലതൊക്കെ കേട്ട് പഠിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഹേർഡ് ഇമ്മ്യൂണിറ്റി ഉള്ളതാണ് എന്ന് പറയുന്നു. അതെങ്ങനെയാണ് എന്ന് പറയാനുള്ള ശാസ്ത്രീയ പരിജ്ഞാനം എനിക്കില്ല. അത് അനുഭവത്തിൽ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പ്രാപ്തനല്ല. ഐ എം റിയലി സോറി. ശ്രീജേഷ് എസ് നായർ, പരിസ്ഥിതി സംരക്ഷണത്തിന് സാറിന് മറക്കാൻ കഴിയാത്ത ഒരു സുവർണ നിമിഷം പങ്കുവയ്ക്കുമോ? അതായത് ഈ പരിസ്ഥിതിയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശബ്ദശല്യത്തിനെതിരായിട്ട് എൻ്റെ നാട്ടിലൊരു 35 കൊല്ലം മുമ്പ് ഞാൻ സമരം നടത്തിയപ്പോൾ എൻ്റെ ഉമ്മ, അവർ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അവരതിന് വലിയ പിന്തുണ തന്നു. എൻ്റെ ഏട്ടനും വളരെ പിന്തുണ തന്നു. അതെനിക്ക് മറക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം നാട്ടുകാർ മുഴുവൻ എന്നെതിരായിരുന്നു, മുഴുവൻ. ഇന്നും നിങ്ങൾ ഇങ്ങനെ രാവിലെ അമ്പലത്തിൽ ഇങ്ങനെ 2 മണിക്കൂർ പാട്ട് വെക്കരുത്, പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നത് മൈക്കില്ലാതെ മതി എന്ന് പറഞ്ഞ ആൾ സമ്മതിക്കില്ല. അതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ എന്നേക്ക് ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ് ഉമ്മ അതിനൊരു പിന്തുണ തന്നു എന്നുള്ളത്. പിന്നെ ബിജോയ് ചോദിക്കുന്നു, ഭാവി തലമുറയോട് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? അത് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതായത് ഈ ഒരു നദി മരിച്ചിട്ട് നമ്മളാരും ജീവിക്കില്ല. അപ്പോൾ നമ്മൾ ജീവിക്കണമെങ്കിൽ ഈ മരങ്ങളും മലകളും നദികളും പൂക്കളും പറവകളും ഒക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ ജീവിതം ആലോചിച്ചെങ്കിലും സ്വാർത്ഥം കൊണ്ടെങ്കിലും നമ്മൾ ഇവർ ബാക്കിയാവണമെന്ന് വിചാരിക്കുക. കോറികളെയും മണൽ മാഫിയകളെയും എതിർക്കുക. ഇതാണ് എനിക്ക് യുവാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ആന ചരിഞ്ഞ സംഭവം വർഗീയമായി ചിത്രീകരിക്കപ്പെട്ടു. മാഷിൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അഭിപ്രായം ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അതായത് എന്തിൻ്റെ പേരിലാണെങ്കിലും വർഗീയത എന്നുള്ളത് മനുഷ്യത്വ വിരുദ്ധമായൊരു കാര്യമാണ്. വർഗീയത ഏത് ഭാഗത്തു നിന്ന് എന്തിൻ്റെ പേരിൽ ആര് കൊണ്ടുവന്നാലും അത് അക്രമമാണ്, അന്യായമാണ്, അനീതിയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാതരം വർഗീയതയെ എതിർക്കുന്നു. തീർച്ചയായിട്ടും മേനകാ ഗാന്ധി ഈ പറഞ്ഞത് അന്യായമാണ് എന്ന് ഞാൻ പറയുന്നു. ബീന പറയുന്നു നല്ല ആൻസർ. എന്തിനെ പറ്റിയാൽ നല്ലോണം, ഏതായാലും നല്ലതെന്ന് പറഞ്ഞത് സന്തോഷം തന്നെ. പിന്നെ മിഥുൻ പറയുന്നു, മാഷിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ഒപ്പമുണ്ട്, വളരെ വളരെ സന്തോഷം. അരുൺ കൃഷ്ണ പറയുന്നു, നന്ദി മാഷേ. ഓക്കെ, യു ആർ വെൽക്കം. പിന്നെ ഹരികൃഷ്ണ പറയുന്നു, എന്താണ് ഷെയർ ചെയ്യൂ. ഇതാരോട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. പിന്നെ എന്താണ് അജി നടേശൻ, അജി സൂപ്പർ എന്ന് പറയുന്നു. എൻ്റെ സംസാരത്തെ പറ്റിയാണോ ഉത്തരങ്ങളെ പറ്റിയാണോ? ഏതായാലും അങ്ങനെ നല്ല വാക്ക് പറഞ്ഞു, നന്ദി. ശ്രീജിത് എസ് നായർ നന്ദി എന്ന് പറയുന്നു. ഡോക്ടർ മൊകേരി, എൻ്റെ പ്രിയ സുഹൃത്ത്, അത് രാമേന്ദ്രൻ മൊകേരി, അദ്ദേഹമാണ് ഡോക്ടർ മോക്കറി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലുള്ളത്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് കുറേ ആയി. ഞങ്ങൾ വളരെ കാലം ഒന്നിച്ച് അവിടെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ താമസിക്കും. അദ്ദേഹം ഇംഗ്ലീഷിൽ റിസർച്ച് ചെയ്യുമ്പോൾ ഞാൻ അവിടെ മലയാളത്തിൽ റിസർച്ചറാണ്. പിന്നീട് ഞാൻ അവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അധ്യാപകനായപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്നു. രാമേന്ദ്രൻ ഇത് കാണുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വലിയൊരു സന്തോഷമാണ്. പിന്നെ എന്താണ് ട്യൂണ അനീഷ്, താങ്ക് യു സർ. ഇ ഡി ഡേവിസ് ഈസ് വാച്ചിങ്, എൻ്റെ പ്രിയ സുഹൃത്ത്. അതുപോലെ നേരത്തെ മധു നെഗറ്റീവ് വാച്ചിങ് എന്ന് കണ്ടിരുന്നു. എൻ്റെ സുഹൃത്തുക്കളാണ്. വിവേക് ഗുഡ് ആൻസറിങ് എന്ന് പറയുന്നു. നല്ല വാക്കിന് നന്ദി. പിന്നെ കബീർ ചിത്ര, അദ്ദേഹം സൗദി അറേബ്യയിൽ ഇരുന്നത് കേൾക്കുന്നതാണ്. തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷം തന്നെ. പിന്നെ മധു നെഗറ്റീവ് ചോദിക്കുന്നു, ആരാധനാലയങ്ങൾ തുറക്കാനുള്ള സർക്കാർ അനുമതിയെക്കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ അതിന് 100% എതിരാണ്. അത് ഞാനിപ്പോൾ പറയുന്നതല്ല, നേരത്തെ ചില ചാനൽ ചർച്ചകളിൽ പറഞ്ഞിരുന്നു. നമ്മളപ്പോഴൊക്കെ കേൾക്കേണ്ടത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, വൈദ്യം എന്താണ്, മനുഷ്യ ശരീരം എന്താണ്, രോഗമെന്താണ് എന്ന് പഠിച്ച ആളുകളുടെ ആധികാരിക സംഘടനയാണ്. അവരത് തുറക്കരുത് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞതിൻ്റെ കൂടെയാണ് ഞാൻ. പിന്നെ ആലോചിച്ചാൽ അറിയാം, മുസ്ലിം പള്ളിയാണെങ്കിലും
ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും ദേവാലയമാണെങ്കിലൊക്കെ അവിടെ ആളുകൾക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതിന് വലിയ പരിമിതി വരും. അതുകൊണ്ട് അത് തുറക്കുന്നത് തീർച്ചയായിട്ടും ജനദ്രോഹപരമായൊരു പരിപാടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. വത്സലാകുമാരി ഈ നന്ദി എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അവർക്ക് 2 വട്ടം വെൽക്കം എന്ന് പറയുന്നു. പിന്നെ അരുൺ എസ് നായർ, പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള പൗരബോധം വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു പരാജയം ആയിരുന്നു എന്ന് കരുതുന്നുണ്ടോ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പാഠ്യപദ്ധതി ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത്. വേണ്ടത്ര അതിൽ താല്പര്യം കാണിച്ചിട്ടില്ല. അതായത് നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബി തുടങ്ങിയുള്ള പാഠപുസ്തകങ്ങളിൽ, അതുപോലെ സാമൂഹ്യ പാഠങ്ങളിൽ, പിന്നെ പൗരധർമ്മം എന്നൊരു സാധനം ഇപ്പോൾ പഠിപ്പിക്കുന്നേ ഇല്ല. ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് സിവിക്സ് പഠിച്ച പൗരധർമ്മം, അതായത് ഒരു പൗരൻ്റെ ചുമതലകൾ എന്താണ്, അവൻ്റെ അവകാശങ്ങൾ എന്താണ് എന്ന് കുട്ടികളെ പഠിപ്പിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു പാഠ്യഭാഗമായിട്ട് വരേണ്ടതാണ് പരിസ്ഥിതി. അത് വെറും പാഠമായിട്ട് വരുന്നതിന് പകരം കഥയായിട്ടോ കവിതയായിട്ടോ നാടകമായിട്ടോ ഒക്കെ വന്നാൽ നന്നായിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. VG പ്രസാദ് പറയുന്നു, നല്ല അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ച MN കാരശ്ശേരി മാഷ് നന്ദി. വളരെ വളരെ സന്തോഷം. പിന്നെ അഖിൽ മുരളീധരൻ സാർ, സഫാരി ചാനലിലെ സാറിൻ്റെ അനുഭവങ്ങൾ 20ഓളം എപ്പിസോഡുകൾ കണ്ടു. അതിലെ ഒരു അധ്യായം എല്ലാ അധ്യാപകരും തീർച്ചയായും കണ്ടിരിക്കേണ്ടതും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമാണ്. എല്ലാ ശിഷ്യന്മാരും സാറിന് സ്റ്റെല്ലകളായിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വില്യം ഷേക്സ്പിയറിനെ പോലും പഠിപ്പിച്ച സാറിന് എല്ലാ ആശംസകളും. ഈ വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്നത് എൻ്റെ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരുന്ന ഒരു പേരിനെ പറ്റിയാണ്. പിന്നെ സ്റ്റെല്ല എന്ന് പറയുന്നത് എൻ്റെ ഒരു വിദ്യാർത്ഥിനിയാണ്. ഇതൊക്കെ സഫാരി ചാനലിൽ വന്നൊക്കെ 5-6 കൊല്ലം മുമ്പാണ്. ഇപ്പോൾ അത് യൂട്യൂബിലുള്ളത് കണ്ട് ഓർത്ത് അങ്ങനെ അവരെ പറ്റിയൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചതിന് വളരെ നന്ദി അഖിൽ മുരളീധരൻ. ശ്രീജ പ്രസാദ് നന്ദി പറയുന്നു. അനീഷ് അൽമണ്ടൂസ് അദ്ദേഹം ഒരു തൊഴുകയിൻ്റെ ഒരു ചിത്രം അയച്ചിട്ടുണ്ട്. പിന്നെ ബീന മധു പറയുന്നു, സാറിനെ നേരിൽ കണ്ടു ഇപ്പോൾ. വളരെ സന്തോഷം. മിഥുൻ എസ്, മാഷ് ഒരു കവിത കൂടി പാടാമോ? ഞാൻ കവിതകളോട് വലിയ ബഹുമാനമുള്ളത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. എൻ്റെ ശബ്ദം വളരെ മോശമാണ് എന്നെനിക്കറിയാം. പിന്നെ എൻ്റെ ആലാപനം അതിനേക്കാൾ മോശമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ ഈ പരിപാടി നിർത്താനുള്ള ഒരു പണിയാണ് മിഥുൻ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളെ ഓടിക്കാൻ ഞാനൊരു കവിത പാടിയാൽ മതി. ഞാനത് തൽക്കാലം ചെയ്യുന്നില്ല, ക്ഷമിക്കണം. ബിജോയ് വിപിൻ, നന്ദി സാർ, ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന്. പരിസ്ഥിതി സംരക്ഷണം തന്നെയാണ് മനുഷ്യൻ്റെ നല്ലൊരു നാളേക്ക് ആവശ്യം. ബിജോയ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. തീർച്ചയായിട്ടും നമ്മൾ നിലനിൽക്കണമെങ്കിൽ നമുക്ക് വായു വേണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഞാൻ ന്യൂസിലാൻഡിൽ പോയിരുന്നു 2 കൊല്ലം മുമ്പ്. അവിടുന്ന് ഏറ്റവും അധികം കയറ്റി അയക്കുന്നത് ശുദ്ധവായുവാണ്. കാരണം അവിടെ ഇത്തരം വലിയ വ്യവസായങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അവർ കൃഷി കൊണ്ട് ജീവിക്കുന്നു കേട്ടോ. ന്യൂസിലാൻഡിൻ്റെ പരസ്യം എന്താണെന്നറിയോ? ഗോഡ്സ് ഓൺ കൺട്രി എന്നാ, ദൈവത്തിന് സ്വന്തം നാട്. അവിടെ ധാരാളം പശുക്കളെ വളർത്തുന്നു, അവർ പാല് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. അവിടുന്ന് ശുദ്ധവായു കയറ്റി അയക്കുക ഇങ്ങോട്ട് ചൈനയിലേക്ക്. ശുദ്ധവായു കയറ്റി അയക്കുകയാണ്. അപ്പോൾ ശുദ്ധവായു ഇല്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ ഈ തരത്തിൽ ഇങ്ങനെ ഇപ്പോൾ കേരളത്തിലും വരുന്നത്. ഇപ്പോൾ ശുദ്ധജലം നമ്മൾ കേരളത്തിൽ വലിയ തമാശല്ലേ, ഈ ശുദ്ധജലം നമ്മൾ ഒരു ബോട്ടിൽ കൊണ്ടു നടക്കേണ്ട സ്ഥിതിയായില്ല ഇപ്പോൾ. ഞാൻ 1984 ആദ്യം ഖത്തറിൽ പോയി, ആദ്യമായിട്ട് വിദേശത്ത് പോവുകയാണ്. അവിടെ കടകളിലൊക്കെ ഈ വലിയ കുപ്പി കണ്ടപ്പോൾ ഞാൻ കൂടുതൽ ആളോട് ചോദിച്ചു, കുഞ്ഞോമ എന്ന് പറഞ്ഞ എൻ്റെ നാട്ടുകാരൻ, ചേന്നൂർക്കാരൻ, ഇതെന്താ കുഞ്ഞോമതിൽ? അത് പച്ചവെള്ളമാണ്. പച്ചവെള്ളം അപ്പോൾ ഇത് ഖത്തറാണ് പക്ഷേ മരുഭൂമിയാണ്. ഇപ്പോൾ കേരളത്തിൽ ഏത് സ്റ്റേഷൻ പിടിയിലുണ്ട് പച്ചവെള്ളം. ഇതുപോലെ ഓക്സിജൻ്റെ ബോക്സ് കൊണ്ടു നടക്കേണ്ട സ്ഥിതിയാവും. ഈ കളിയൊക്കെ നിൽക്കും. ഹരികൃഷ്ണ പറയുന്നു, ലൈസിയം കുടുംബത്തിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ മാഷിന് ഹൃദയം നിറഞ്ഞ നന്ദി. വളരെ സന്തോഷം. പിന്നെ പ്രവീൺ, താങ്ക് യു ഫോർ യുവർ ആൻസർ സർ. എന്തിനും ഏതിനും മറുപടി പറയണമെന്നും
ഇട്ട പോസ്റ്റുകളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാകാത്ത ഒരു കൂട്ടം ആൾക്കാർക്ക് സാർ ഒരു മികച്ച മാതൃകയാണ്. എലിഫൻ്റ് ഇഷ്യൂവിനെ പറ്റി യൂറോപ്യൻ മെട്രോ ട്രെയിനിൽ ന്യൂസ് സ്ക്രോൾ വരെ വന്നു. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ വിവരത്തിന് നന്ദി. തീർച്ചയായിട്ടും ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ BJP പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ വലിയൊരു നേതൃസ്ഥാനത്തുള്ള ഒരു വനിതയാണ് ഈ പറഞ്ഞത്. അതായത് മൃഗങ്ങളോട് കാണിക്കുന്ന ആനുകൂല്യത്തിൻ്റെ ഒരു അംശമെങ്കിലും മനുഷ്യനോട് കാണിക്കണ്ടേ. അതായത് മനുഷ്യർക്കിടയിൽ വെറുപ്പുണ്ടാക്കുന്നവരോട് സംസാരിക്കുന്നത് ഏത് സംഗതിയോട്ട് പറഞ്ഞാലും ഹിംസ തന്നെയാണ്. നിങ്ങൾ ഒരു ആടിനെ അറക്കാൻ പാടില്ല, ആനയെ കൊല്ലാൻ പാടില്ല എന്ന് പറയും പോലെയാണ് നിങ്ങൾ ഒരു ചെടി വെട്ടാൻ പാടില്ല എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനെതിരായിട്ട് വെറുപ്പുണ്ടാക്കുക. ആയുധം എടുക്കുന്ന തരത്തിൽ ഉള്ള പണിയെടുക്കരുത്, അങ്ങനെ എടുപ്പിക്കുന്ന തരത്തിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആനയെ കൊന്നത് നിന്ദ്യമാണ്. അതുപോലെ നിന്ദ്യമാണ് മേനകാ ഗാന്ധിയുടെ പ്രസ്താവന എന്ന് ഞാൻ വിചാരിക്കുന്നത്. മിഥുൻ പറയുന്നു, മാഷിന് ഹൃദയം നിറഞ്ഞ നന്ദി, വളരെ സന്തോഷം. ജിബി ജോസഫ് കുന്നപ്പള്ളി മഠത്തിൽ, പരിസ്ഥിതി സംരക്ഷണം എന്നാൽ തൈനറിൽ മാത്രമാണോ? ചില ആളുകളുടെ പ്രവൃത്തി കണ്ടാൽ അങ്ങനെ തോന്നും. ജിബി ജോസഫ്, ഇത് നേരത്തെ ഒരാൾ ചോദിച്ചു. ഞാൻ പറയുന്നത്, ആ തൈ നടുന്നതിന് നിങ്ങൾ നിന്ദിക്കല്ലേന്നേ. നിങ്ങളൊരു തൈ നടുക, അല്ല ഒരാൾ തൈ നട്ട് നല്ലതെന്ന് പറയും, അത് മാത്രം പോരാന്ന് പറയൂ. തൈ നട്ടാൽ മാത്രം പോരാന്ന് പറയൂ. ഒരു തൈ നടുന്നത് എന്തായാലും നല്ല കാര്യമാണ്. ഞാൻ നേരത്തെ ആവർത്തിക്കുന്നു. ഇന്ന് കേരളത്തിൽ 1000 തൈ വെച്ചാൽ അതിൽ 100 തൈ ബാക്കിയാൽ അത് മതിയല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞാൻ രാവിലെ വൈകുന്നേരം നടക്കാൻ പോകുന്ന ഒരു ബസ് സ്റ്റോപ്പിന് മുമ്പിൽ ഇവിടുത്തെ യൂത്ത് ലീഗുകാർ വന്നിട്ട് ഒരു തൈ നടണം എന്ന് പറഞ്ഞു എന്നോട്. അവരെന്തോ പരിപാടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെ ലീഗിനോട് എനിക്കൊരു ആരായിരിക്കുകയാണ്. അപ്പോൾ ഒരു തൈ വെച്ചാൽ അത്രയും നന്ന് എന്ന് വിചാരിക്കാനുള്ള ഒരു ഗുണാത്മകമായ പോസിറ്റീവായ ഒരു മനസ്സ് നമുക്ക് വേണം. സാറിനെ ഏറെ സ്വാധീനിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് പറയാം. ആരാണ്? ശ്രീജേഷ് എസ് നായർ. എന്നെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയാണ്. അവർ വളരെ നീതിബോധമുള്ള ഒരാളായിരുന്നു. അവരൊരു കള്ളം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അവർക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന ആരിൽ കണ്ടാലും, അത് ഞങ്ങൾ എടുത്ത് കണ്ടാലും, ഞങ്ങളുടെ ബാപ്പയുടെ അടുത്ത് കണ്ടാലും, അവരുടെ കുടുംബക്കാരുടെ അടുത്ത് കണ്ടാലൊക്കെ അവർ മുഖത്ത് നോക്കി പറയും. അവരാരോടും ഒരിക്കലും പിണങ്ങുകയില്ല. അവർക്ക് ചെയ്യാവുന്ന എന്ത് സഹായവും ആർക്കും ചെയ്യും. അങ്ങനെയുള്ള ഒരാളാണ്. ഞാനിങ്ങനെ ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്ന് മൊഴിയിൽ എന്ന് എടശ്ശേരി പറഞ്ഞ് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അതുകൊണ്ട് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയാണ്. അനഘ മോഹൻ പറയുന്നു, സർ താങ്കളുടെ വിലപ്പെട്ട വാക്കുകൾക്ക് ഒരുപാട് നന്ദി. വളരെ സന്തോഷം. പിന്നെ ശ്രീജിത് എസ് നായർ, കാരശ്ശേരി എന്ന ഗ്രാമത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പറയാമോ സാർ? കാരശ്ശേരി എന്ന് പറയുന്നത് ഒരു ഉൾനാടായിരുന്നു. കോഴിക്കോട് ജില്ലയുടെ കിഴക്കേ ഭാഗത്ത് മലപ്പുറം ജില്ലയ്ക്ക് സമീപം കിടക്കുന്ന ഒരു ഗ്രാമമാണ് കാരശ്ശേരി. കോഴിക്കോട് നഗരത്തിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് 32 കിലോമീറ്റർ ഉണ്ട്. വയനാട് റൂട്ടിൽ വരുമ്പോൾ കുന്നമംഗലം വരെ 15 കിലോമീറ്റർ, അവിടുന്ന് വലത്തോട്ട് തെറ്റി വീണ്ടും 15 കിലോമീറ്റർ വന്ന മുക്കത്തിനടുത്താണ് കാരശ്ശേരി. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇരുവഞ്ഞിപ്പുഴ. പിന്നെ വളരെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയാം. ഞാൻ MA പാസ്സായത് 74, 5 കൊല്ലം കഴിഞ്ഞ് 79-ലാണ് കാരശ്ശേരിയിൽ കരണ്ട് വരുന്നത്. 1984, അതായത് ഞാൻ പാസ്സായി 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് കാരശ്ശേരിയിൽ ബസ് വരുന്നത്. അത്ര ഉൾനാടായിരുന്നു. ഇവിടെ ഞാൻ പഠിക്കുന്ന കാലത്ത് ഇപ്പോഴും ഇവിടെ ഒരു ഹൈസ്കൂളില്ല, UP സ്കൂൾ മാത്രമേ ഉള്ളൂ. പിന്നെ പാവപ്പെട്ട ആളുകളായിരുന്നു അധികം. അതൊക്കെ ഇപ്പോൾ മാറി, എല്ലാവരും ഗൾഫിലൊക്കെ പോയി കുറച്ച് സമ്പത്തും കാര്യമൊക്കെ വന്നു. അതൊക്കെ നിർഭാഗ്യവശാൽ തിരിച്ചു വരണമെന്നറിയില്ല. ഇവിടെ അധികം ഉള്ളത് മുസ്ലിം ലീഗുകാരാണ്. ഇവിടുത്തെ ജനസംഖ്യ അധികം മുസ്ലിങ്ങളാണ്. പിന്നെ 1-2 നമ്പൂതിരി ഇല്ലങ്ങളുണ്ട്, 2-3 നായർ വീടുകളുണ്ട്, 10-20 ഈഴവ വീടുകളുണ്ട്. പിന്നെ ബാക്കിയുള്ളത് മുസ്ലിങ്ങളും ദളിതരുമാണ്. അപ്പോൾ ഇവിടെ കുടിയേറ്റക്കാർ കുറച്ചുണ്ട്. ഒരു മലയോര ഗ്രാമമാണ്. പിന്നെ ഇവിടുത്തെ പാർട്ടി എന്ന് പറയുന്നത് കാരശ്ശേരി പഞ്ചായത്ത് അനവധി കാലം ഇപ്പോഴും LDF ഭരിക്കുന്നൊരു പഞ്ചായത്താണ്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്താണ്.
അത് 18 വാർഡുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ മെമ്പർ CPM-കാരനാണ് വിനോദ്, അദ്ദേഹമാണ് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ ഇവിടെ ഭൂരിപക്ഷം, അതായത് ഇടതുപക്ഷം ഉള്ളൊരു മേഖലയാണ് കാരശ്ശേരി. ഇത് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അവിടുത്തെ മണ്ഡലം മെമ്പർ ജോർജ് എം തോമസ് CPM-കാരനാണ്. ഞങ്ങളുടെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് വയനാടാണ്. ഇവിടുത്തെ മെമ്പർ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന മാതിരി രാഹുൽ ഗാന്ധിയാണ്. ഇനി ഒരുപാട് പറയാനുണ്ട്, അവിടെ നിർത്തിക്കളയാം. കൃഷ്ണനുണ്ണി വലിയമല, ഈ അവസരത്തിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ പാസ്സാക്കുന്നത് അവസരോചിതമാകുമോ? ഇപ്പോൾ നമ്മുടെ പണി കൊറോണയ്ക്കെതിരായുള്ള പോരാട്ടമാണ്. ഒരു 3ാം ലോകയുദ്ധം നടക്കുകയാണ്. മനുഷ്യവംശം മുഴുവൻ ഒരു ഭാഗത്ത്, ഒരു രോഗാണു മറുവശത്ത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തർക്കങ്ങളോ വിവാദങ്ങളോ ഉണ്ടാവുന്ന കാര്യങ്ങളിലേക്ക് പോവാതെ ഇപ്പോൾ ദേവാലയങ്ങൾ തുറക്കണം എന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് ആലോചിക്കുന്നത്. അപ്പോൾ മദ്യശാലകളും ദേവാലയങ്ങളും തുറക്കുന്നതിന് ഞാൻ എതിരാണ്. അപ്പോൾ ഇപ്പോൾ അത്തരം ബില്ലൊക്കെ നമുക്ക് കൊണ്ടുവരാം. ഞാൻ അന്ധവിശ്വാസത്തിനെതിരായിട്ട് കുട്ടിക്കാലം തൊട്ട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ആ ബില്ലിനൊക്കെ, പക്ഷേ അതൊക്കെ ഈ സമയത്ത് ഉചിതമല്ല. അത് നമുക്കിത് കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. അഖിൽ മുരളീധരൻ, നന്ദി സാർ. പിന്നെ ആരാണ്? സുരേന്ദ്രനാഥൻ KP ഈസ് വാച്ചിങ്, നന്നായി. മുഹമ്മദ് അലി KV, മുഹമ്മദ് അലി ശിവപുരം, അങ്ങയുടെ നയ നിലപാടുകളോട് വളരെ യോജിക്കുന്നുണ്ട്. സാറിൻ്റെ പുതിയ പുസ്തകം വലുതും റിലീസായിട്ടുണ്ടോ? മുഹമ്മദ് അലി KV, എൻ്റെ ഏറ്റവും അവസാനം വന്ന പുസ്തകം മാതൃഭൂമി അടിച്ച കാരശ്ശേരിയിലെ കിസ്സകൾ എന്ന് പറഞ്ഞ ഒരു ചെറിയ പുസ്തകമാണ്. അത് എൻ്റെ നാടിൻ്റെ കഥയാണ്. അതിൽ എൻ്റെ ജ്യേഷ്ഠൻ NC കോയക്കുട്ടിയാജി മുഖ്യ കഥാപാത്രമായിട്ടുള്ളൊരു പുസ്തകമാണ്. 10 അധ്യായമുള്ളൊരു ചെറിയ പുസ്തകം, 110 ഉറുപ്പ്യയാണ്. ഇതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നത്. മനോജ്, എന്താണ്, MD മനോജ്, സ്നേഹം മാഷെ, വളരെ സന്തോഷം. പിന്നെ ജയപ്രകാശ് JP, നമസ്കാരം എന്ന് പറയുന്നു. നമസ്കാരം. പിന്നെ അരുൺ കൃഷ്ണ മാഷെ, ഇന്ന് ഹൈസ്കൂൾ വിഭാഗത്തിൽ നാഷണൽ ക്രെഡിറ്റ് ക്രോപ്സ് എന്ന ഒരു പരിസ്ഥിതി സംഘടന ഉണ്ട്. അതിൽ കുട്ടികളുടെ പങ്കാളിത്തം കുറവാണ്. അതിൽ മാഷിൻ്റെ അഭിപ്രായം എന്താണ്? എനിക്ക് ഇങ്ങനെയൊരു സംഘടനയെ പറ്റി അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഒരിക്കലും സ്കൂൾ അധ്യാപകനായിട്ടില്ല. ഞാൻ പഠിപ്പിച്ചിരുന്നത് 8 കൊല്ലം ഞാൻ ഗവൺമെൻറ് കോളേജിൽ അധ്യാപകനായിരുന്നു. 26 കൊല്ലം കാലിക്കറ്റ് സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഞാൻ കുറേ കാലം പ്രീ ഡിഗ്രി കുട്ടികളെ പഠിപ്പിച്ചു. പിന്നെ MA MPhil PhD അങ്ങനെയായിരുന്നു എൻ്റെ പഠിപ്പിക്കലൊക്കെ. ഈ സംഘടനയെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. കുട്ടികളുടെ പങ്കാളിത്തം കുറവാണെങ്കിൽ, ആ പറയുന്നത് സത്യമാണെങ്കിൽ അത് ശരിയല്ല. കുട്ടികളുടെ പങ്കാളിത്തമാണ് കൂടുതൽ വേണ്ടതെന്ന് ഞാൻ പറയും. ED ഡേവിസ്, ഇന്നത്തെ സാഹചര്യത്തിൽ ഭാവി ജീവിത നൈതികതയുടെ ഊതലുകൾ പറയാമോ? ഡേവിസേ, വളരെ കഷ്ടത്തിലാക്കുന്നൊരു ചോദ്യമാണ്. പ്രവചിക്കാൻ ഒരു ശക്തിയുള്ള ആളല്ല ഞാൻ എന്ന് എന്നെപ്പോലെ തന്നെ ഡേവിസിന് അറിയാം. എന്നാലും ഞാൻ ഒരു വാക്ക് ഞാൻ പറയാം. അതായത് നമ്മൾ മണ്ണിലേക്കും കൃഷിയിലേക്കും മടങ്ങണം എന്നാണ് കൊറോണക്കാലം നമ്മളോട് പറയുന്നത്. നമുക്ക് കൃഷിസ്ഥലങ്ങൾ നശിപ്പിച്ചു, വിളഭൂമികൾ നശിപ്പിച്ചു. പക്ഷേ എന്നാലും പറമ്പിലും മുറ്റത്തും ടെറസിലും പാടത്തും ഒക്കെ കഴിയുന്നത്ര കൃഷി, വെള്ളേരി, മത്തൻ, പടവലം, കൈപ്പങ്ങ, കാച്ചിൽ, കപ്പ, അങ്ങനെ. അതായത് ഇനിയിപ്പോൾ നമ്മൾ വലിയ, എന്നോട് ക്ഷമിക്കുക, പറയുന്നത് പോവാണ്. 60 കൊല്ലം മുമ്പ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എന്താണോ ആ തരത്തിലുള്ള ഒരു ദാരിദ്ര്യത്തിലേക്ക് പോവാണ്. കാരണം നമുക്ക് പ്രവാസികളിൽ നിന്ന് വരാനുള്ള വരവുകളൊക്കെ നിൽക്കാൻ പോവാണ്. അവിടെ തന്നെ കാര്യങ്ങൾ മോശമായി. അവർ മടങ്ങി വരുമ്പോൾ ഇവിടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളവരെ സ്വാഗതം ചെയ്യേണ്ടതാണ്. അവരുടെ ഭൂമിയാണിത്, അവർക്ക് അവകാശപ്പെട്ടതാണ്.
അവരെ കൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സാമ്പത്തിക സമൃദ്ധിയുടെ പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിലും ജർമ്മനിയിലും ബ്രിട്ടനിലും ഗൾഫ് നാടുകളിലും പണിയെടുത്ത ആളുകളാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നിർഭാഗ്യവശാൽ അവസാനിക്കാൻ പോവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ കൃഷി, മണ്ണ്, പരിസ്ഥിതി, വെള്ളം, മലകൾ, അതിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാർഷിക ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള മനസ്സൊരുക്കം നമ്മൾ നടത്തണം. എല്ലാ തരത്തിലുള്ള സമൃദ്ധിയും അവസാനിക്കുമ്പോൾ അതിൻ്റെ മേലെ നമ്മുടെ മനസ്സുകൊണ്ട് ഈ തരത്തിലൊക്കെ ഇപ്പോൾ നമുക്ക് ഒരു വട്ടം പെയിൻ്റ് അടിക്കാൻ ഇന്നത്തെ പല വീടുകൾക്കും എത്ര ലക്ഷം രൂപ വേണ്ടിയിരുന്ന് ആലോചിക്കുക. അതൊരു 6 മാസമോ 1 കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞാൽ നമ്മുടെ ആരെടുത്ത് ഉണ്ടാവുന്ന ആലോചിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ആൾക്കാർ മേടിച്ചിട്ടുള്ള കാറുകളൊക്കെ എങ്ങനെ ഓടിക്കാൻ സാധിക്കും ആലോചിക്കുക. അപ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള സാഹിത്യ സമ്മേളനങ്ങളോ സാംസ്കാരിക മേളകളോ ഫെസ്റ്റിവലുകളോ തൃശ്ശൂർ പൂരോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ഭരണിയോ അല്ലെങ്കിൽ ശോഭായാത്രയോ അഷ്ടമിരോഹിണിയോ ഒക്കെ കൊണ്ടാടാൻ പറ്റുമെന്ന് ആലോചിക്കാം. എനിക്ക് തോന്നുന്നത് എന്തായാലും സമീപഭാവിയിൽ അതിനൊന്നുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല. നമ്മളിപ്പോൾ ഒരുങ്ങേണ്ടത് കൃഷി ചെയ്യാനാണ്. അഷ്റഫ് MT ഈസ് വാച്ചിങ് വിത്ത് യു. അഷ്റഫ് MT എന്ന് പറയുന്നത് കാരശ്ശേരിയിലെ പഞ്ചായത്ത് മെമ്പറായ അഷ്റഫ് MT ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഫോട്ടോ വേണ്ടത്ര വ്യക്തമാവുന്നില്ല. ED ഡേവിസ് വീണ്ടും ചോദിക്കുന്നു, നവലോക മാനിഫെസ്റ്റോ 3-4 കാര്യങ്ങൾ. അതിലൊന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, കൃഷി, അത് വളരെ പ്രധാനമാണ്. 2, വായന വളരെ പ്രധാനമായി. നമ്മുടെ വിനോദമൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പോൾ സിനിമ, നാടകം, വലിയ ഗാനമേളകൾ, വലിയ ഫുട്ബോൾ മേളകൾ, ഇതൊക്കെ ഇല്ലാതാവുമ്പോൾ നമുക്ക് വായനയിൽ വളരെ ശ്രദ്ധിക്കേണ്ടി വരും. ആ വായിക്കുന്നത് ചിലപ്പോൾ ഓൺലൈനായി എന്ന് വരും, അല്ലെ കിൻഡിലായി എന്ന് വരും, അല്ലെ ഇ ബുക്കായി എന്ന് വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. വായന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരും. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ വ്യക്തിബന്ധങ്ങൾ ഒരു നിലയ്ക്ക് ശക്തിപ്പെടാൻ പോവുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് കുടുംബത്തിൽ ഒരിക്കലും ഇല്ലാത്ത ആളുകൾ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സമയത്ത് പ്രശ്നം ഉണ്ടാവില്ല. മക്കളുമായിട്ടോ മരുമക്കളുമായിട്ടോ പേരമക്കളൊക്കെ ആയിട്ട് ഇടപഴകാൻ വലിയൊരു സൗകര്യം ഉണ്ടാവും. അത് വളരെ ഗുണാത്മകമായി പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്തു പറ്റും എന്നുള്ളത് ആലോചിക്കുമ്പോൾ എൻ്റെ ഡേവിസെ എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ കുട്ടികൾക്ക് ഓൺലൈനിൽ പാഠം പറഞ്ഞു കൊടുക്കലാണോ? ഞാൻ അതിനെ നിന്ദിക്കില്ല. നമുക്കിപ്പോൾ അതേ നിവൃത്തിയുള്ളൂ. അതായത് ഇപ്പോൾ സായി ശ്വേത എന്ന് പറയുന്ന ടീച്ചറുടെ ക്ലാസ്സൊക്കെ വളരെ നന്നായിട്ട് ഞാനത് ഫേസ്ബുക്കിൽ കണ്ടു. അങ്ങനെ എത്രയോ നല്ല മിടുക്കന്മാരുമായിട്ട് അധ്യാപകരുണ്ട്. പക്ഷേ അധ്യാപനം എന്ന് പറയുന്നത്, കലാലയം എന്ന് പറയുന്നത്, സർവകലാശാല എന്ന് പറയുന്നത് ഈ വിവരമേ അല്ല, അത് അവിടുത്തെ സാമൂഹ്യ ജീവിതമാണ്. അതായത് ഭിന്ന മതക്കാരും ജാതിക്കാരും ഭാഷക്കാരും പല പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരും പണമുള്ളവരും ഇല്ലാത്തവരൊക്കെ കൂടിക്കഴിയാം. അങ്ങനെ അധ്യാപകർ കുട്ടികൾക്ക് കൊടുക്കുന്നത് സ്നേഹമാണ്, അല്ലാതെ വിവരമല്ല. അവരുടെ സ്വഭാവത്തെ രൂപീകരിക്കുക, അവരുടെ ഏടും കോണും ചെത്തുക, അവരുടെ അഹങ്കാരത്തിൻ്റെ മുള നുള്ളിക്കളയുക, അവർക്ക് മൂല്യവത്തായ ജീവിതം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുക. സത്യം, ദയ, അഹിംസ തുടങ്ങിയുള്ള മൂല്യങ്ങളെപ്പറ്റി അവരോട് കഥ പറയുകയും കളി പറയുകയും ചെയ്യുന്ന കൂട്ടത്തിൽ അത് കാണിച്ചു കൊടുക്കുകയും കൂടി ചെയ്യാം. പിന്നെ വിദ്യാഭ്യാസത്തെ പറ്റി കുട്ടിക്കാലത്ത് ഞാൻ കേട്ടൊരു കാര്യം ഇപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. 4 വഴിക്കാണ് വിദ്യാഭ്യാസം. ഒന്ന്, 1/4 ഭാഗം അധ്യാപകരിൽ നിന്ന്, 1/4 ഭാഗം മാതാപിതാക്കളിൽ, 1/4 ഭാഗം സഹപാഠികളിൽ നിന്ന്, 1/4 ഭാഗം ശിഷ്ടകാല ജീവിതത്തിൽ നിന്ന്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ തന്നെ കുത്തിരിക്കുക കുട്ടികൾ. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മുടെ പൊതുജീവിതം, നമ്മുടെ സാമൂഹ്യ ജീവിതം, നമ്മുടെ മതേതര ജീവിതം, നമ്മുടെ ജനാധിപത്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെയും നമ്മുടെ ഗ്രന്ഥാലയങ്ങളുടെയും ഉൽപ്പന്നമാണ്. അതിൽ ഏറ്റവും പ്രധാനം വിദ്യാലയങ്ങളാണ്, അവിടുത്തെ കൂട്ടുകാരാണ്. അപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, എൻ്റെ അധ്യാപകരിൽ നിന്ന് പഠിച്ച അത്രയും ഞാൻ എൻ്റെ സഹപാഠികളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ വിദ്യാർത്ഥികളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ബന്ധം എന്ന് പറയുന്നത്
സാമൂഹിക ജീവിതം എന്ന് പറയുന്നത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവതലമുറയുടെ ഏറ്റവും വലിയ നഷ്ടം ആ വിദ്യാലയങ്ങളും കലാലയങ്ങളും ഇല്ലാത്ത വിദ്യാഭ്യാസ രീതി ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളത് ആലോചിക്കണം. അതൊരു കഷ്ടമായിട്ടുള്ള അവസ്ഥയാണെന്നാണ് ഞാൻ പറയുന്നത്. ൊക്കെ അവരാൽ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ വലിയ പങ്ക് വഹിക്കേണ്ട നമ്മുടെ ഗവൺമെൻറ്റുകളുടെ ചില നിലപാടുകൾ ഇവരെയൊക്കെ തളർത്തുന്ന രീതിയിലാണ്. എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഇത് വളരെ പ്രധാനപ്പെട്ട പ്രസക്തമായൊരു ചോദ്യമാണ്. ഇതിൽ ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഞങ്ങൾ ഒരിക്കൽ ചെയ്തതാണ്. ഇരുവഞ്ഞിപ്പുഴ സംരക്ഷിക്കുന്ന ആൾക്കേ വോട്ട് ചെയ്യുള്ളൂ എന്ന് ഇരുവഞ്ഞിപ്പുഴ തീരത്തുള്ള ആളുകൾ, ചാലിയാർ സംരക്ഷിക്കുന്ന ആൾക്കേ വോട്ട് ചെയ്യുള്ളൂ എന്ന് ചാലിയാറിൻ്റെ അപ്പുറത്തുപ്പുറത്തുള്ള ആളുകൾ, ഒരു വനം സംരക്ഷിക്കുന്ന ആൾക്കേ വോട്ട് ചെയ്യുന്നു ആ ജീവിക്കുന്ന ആളുകൾ, ഈ തരത്തിൽ വോട്ടർമാരുടെ ഭാഗത്തുനിന്ന്, ബഹുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സമ്മർദ്ദം വരണം. കോറി പ്രവർത്തിച്ചാൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് വരണം. അപ്പോൾ നമ്മളൊക്കെ മാപ്പിളമാരല്ലേ, നമ്മളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ, നമ്മളൊക്കെ തൊഴിലാളികളല്ലേ, നമ്മളൊക്കെ നായന്മാരല്ലേ എന്നും പറഞ്ഞ് വരുന്നവരോട് ഈ കോറി നിർത്തിയിട്ട് മതി എലക്ഷൻ എന്ന് പറയാൻ നമുക്ക് തൻ്റെ ഇടമുണ്ടോ, നമുക്ക് ഊറ്റമുണ്ടോ, നമുക്ക് ഊർജമുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രശ്നം. ആ തരത്തിൽ ജനങ്ങൾക്ക് ബോധം വന്നാൽ മാത്രമേ ഗവൺമെൻറ്റിന് കിട്ടുള്ളൂ. എന്താ കാരണം? രാഷ്ട്രീയക്കാർക്ക് രണ്ടെണ്ണമാണ് വേണ്ടത്. ഒന്ന് വോട്ട്, രണ്ട് നോട്ട്. നോട്ട് അവർക്ക് കോറിക്കാരെ കയ്യിൽ നിന്ന് കിട്ടും. ആലോചിച്ച് നോക്കൂ, ഏത് പഞ്ചായത്തിൽ ഭരണം മാറിയാലും കോറി മാറില്ല. എന്താ കാരണം? എല്ലാവർക്കും വേണ്ട സാധനം കോറിക്കാരൻ്റെ കയ്യിലുണ്ട്, അത് നോട്ടാണ്. അപ്പോൾ നോട്ട്, വോട്ട്, ഈ രണ്ട് സാധനമാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്. അപ്പോൾ നോട്ട് നമ്മുടെ കയ്യിലില്ല, വോട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയാ? ഈ മണൽ വാരിയാൽ, ഈ തരത്തിൽ കാട് നശിപ്പിച്ചാൽ, ഈ തരത്തിൽ കോറി കൊണ്ടു നടന്നാൽ ഞങ്ങൾ വോട്ട് ചെയ്യുകയില്ല എന്ന് പഞ്ചായത്ത് ഇലക്ഷനുകൾ പറഞ്ഞു നോക്കൂ, വ്യത്യാസം ഉണ്ടാവും. അവിടെ നിൽക്കണം. അപ്പോൾ നിങ്ങൾ പറയുന്ന നേതാവിൻ്റെ അടുത്ത് വന്നിട്ട് പണം കൊടുത്തിട്ടോ, ജാതിയോ മതമോ പാർട്ടിയോ പറഞ്ഞിട്ടോ, വേറെ വഴിക്കോ മദ്യം കൊടുത്തിട്ടോ രാഷ്ട്രീയക്കാർ സ്ഥാനാർത്ഥികൾ സ്വാധീനിക്കാതെ നോക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സജി ചോദിച്ചത്. അത് ഈ തരത്തിലുള്ള ജനങ്ങളുടെ ബോധവൽക്കരണം ഉണ്ടായാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഇപ്പോൾ ഗ്രീൻ പൊളിറ്റിക്സ്, അതിനെപ്പറ്റി ഞാനൊരു വാക്ക് ആദ്യത്തെ സംഭാഷണത്തിൽ പറഞ്ഞു. അതൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിൽ, യൂറോപ്പിലൊക്കെ വലിയ പ്രശ്നമാണത്. അതായത് ഒരു വളർത്തുമൃഗത്തോട് നിങ്ങൾ അന്യായം കാണിച്ചാൽ നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യും. ഇവിടെ ആലോചിക്കാൻ പറ്റൂ, ഒരു പട്ടി നിങ്ങളുടെ കാവൽക്കാരനാണ് അല്ലെങ്കിൽ വേലക്കാരനാണെന്നാണ് നമ്മുടെ നാട്ടിലെ വിചാരം. അവിടെ പട്ടി എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്താണ്. അതായത് നിങ്ങൾ എവിടെയെങ്കിലും വിരുന്ന് പോകുമ്പോൾ പട്ടിയെ പാർപ്പിക്കാൻ ഹോട്ടലുണ്ട് യൂറോപ്യൻ നാടുകളിൽ. നിങ്ങൾ പട്ടിയെ അവിടെ കൊണ്ട് ഏൽപ്പിക്കുക, പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം എന്താണെന്ന് പറയുക, അപ്പോൾ അവർ കുളിപ്പിച്ചോളും, അവർ നടക്കാൻ കൊണ്ടുപോയിക്കോളും. എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ആ ബില്ല് പേ ചെയ്താൽ മതി. നിങ്ങളൊരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പട്ടിയെ തിരിച്ചു വരും. ഈ തരത്തിലാണ് പട്ടി നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. അപ്പോൾ വളർത്തുന്ന തത്തയോടോ അല്ലെങ്കിൽ കുരങ്ങിനോടോ അല്ലെങ്കിൽ അണ്ണാനോടോ അല്ലെങ്കിൽ പട്ടിയോടോ നിങ്ങൾ അന്യായം കാണിച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കാത്ത പാർട്ടിക്കാർക്ക് അവിടെ പിന്തുണയില്ല. അതായത് മൃഗങ്ങളുടെ, പക്ഷികളുടെ, മരങ്ങളുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഗ്രീൻ പൊളിറ്റിക്സുകാർ നിൽക്കുന്നത്. ആ തരത്തിലുള്ള ഗ്രീൻ പൊളിറ്റിക്സ് ഇവിടെ ഉണ്ടായി വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു നിലപാടെടുക്കണം. സന്തോഷ് കുമാർ റാവു ഈസ് വാച്ചിങ്. എനിക്ക് വലിയ സന്തോഷം. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സന്തോഷ് കുമാർ എന്നാണ്. ഫേസ്ബുക്കിൽ എപ്പോഴും അദ്ദേഹം ഈ എൻ്റെ മിക്ക പോസ്റ്റുകളും ലൈക്ക് ചെയ്യും, അതിന് കമൻ്റ് എടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. വളരെ സന്തോഷം. ED ഡേവിസ് പറയുന്നു, ഉമ്മയ്ക്ക് അഭിവാദ്യം എന്ന്. എൻ്റെ ഡേവിസ് എന്നെ കരയിക്കല്ലേ കേട്ടോ. ശ്രീജ പ്രസാദ് അവർ ഗുഡ് എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം. ശ്രീലക്ഷ്മി സാർ, ഇപ്പോൾ വികസനത്തിൻ്റെ പേരിൽ റോഡുകളിൽ നിന്ന് കുറേ അകലെ മാറി നിൽക്കുന്ന മരങ്ങൾ പോലും വെട്ടി നശിപ്പിക്കുന്നു. ഈ പ്രവണതയെ എങ്ങനെ വികസനമെന്ന് പറയും? ഇതൊന്നും വികസനമല്ലാന്നേ. അതായത് പ്രകൃതി നശിച്ചിട്ട് വികസിക്കാൻ പറ്റില്ല. ഇതൊക്കെ അവിടെ അവരൊക്കെ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ യൂറോപ്പിൽ പല ഭാഗത്തും യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ ഏത് ഹോട്ടലിൽ ചെന്നിട്ട്, എനിക്ക് ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നൊക്കെ അനുഭവം ഉണ്ടായി.
എന്താ വെച്ചാൽ ഞാൻ മുറിയെടുത്ത് ഉടനെ കൗണ്ടറിലേക്ക് വിളിക്കും. ഞാൻ പറയും അപ്പോൾ കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെന്താ പ്രശ്നം, നിങ്ങൾ പൈപ്പിലെ വെള്ളം കുടിച്ചോളൂന്നാ. യൂറോപ്പിലൊക്കെ എല്ലാ നദികളും ശുദ്ധമാണ്. അവരാദ്യം ചെയ്ത് നദികൾ ശുദ്ധാക്കുകയാണ്, അരുവികൾ ശുദ്ധാക്കുകയാണ്, കിണറുകൾ ശുദ്ധാക്കുകയാണ്, കായലുകളും തടാകങ്ങളും ശുദ്ധാക്കുകയാണ്. യൂറോപ്പിൽ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് കുടിക്കാൻ വെള്ളം കുപ്പിയിൽ കൊണ്ടുത്തര് പാത്രത്തിൽ കൊണ്ടുവയ്ക്കുക ചെയ്യില്ല. കാരണം പൈപ്പിൽ വെള്ളം കുടിക്കാം. എന്തൊരു അഭിമാനമായിട്ട് അവർ പറഞ്ഞറിയോ, യു ക്യാൻ വെരി വെൽ ഡ്രിങ്ക് ദി വാട്ടർ ഫ്രം ദ ടാപ്പ്. കഴിഞ്ഞത് ആ തരത്തിൽ നമ്മുടെ പ്രകൃതിയെ ശുദ്ധമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം. അല്ലാത്തതൊക്കെ പ്രകൃതിയെ നശിപ്പിക്കലാണ്. പ്രകൃതി ഒറ്റയ്ക്ക് നശിക്കില്ല. ആ കൂട്ടത്തിൽ മനുഷ്യൻ ഒറ്റയ്ക്ക് നശിക്കുകയില്ല. നിങ്ങൾ ഉരുൾപൊട്ടലുണ്ടായാൽ നിങ്ങൾ നശിക്കുക കൂടുതൽ. ഉരുൾപൊട്ടാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ കോറിയാണ്. ഈ 2 വെള്ളപ്പൊക്കം വന്നിട്ടും ഇവിടുത്തെ കോറികൾ നിശ്ചലമായിട്ടില്ല. കോറികൾ നിശ്ചലമായത് കൊറോണ വന്നപ്പോഴാണ്. COVID-19 പേടിച്ചിട്ടാണ് അപ്പോൾ കോറികൾ പ്രവർത്തിക്കാത്തത്. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. ഇവിടുത്തെ അപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ MP വീരേന്ദ്രകുമാറിന് ഒരുത്തന് ഈ വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി തിരിച്ചറിഞ്ഞിരുന്നു. അദ്ദേഹം ഏതാണ്ട് ഒരു 25 കൊല്ലക്കാലം അതിനുവേണ്ടി പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹം മാതൃഭൂമിയെ ഉപയോഗിച്ചു. ഞാൻ മാതൃഭൂമിയുടെ സമയത്തുള്ളൊരു തമാശ പറയാം. മാതൃഭൂമിയിൽ ഞാൻ ജോലി ചെയ്യുന്നത് 76-78 കാലത്താണ്. അന്ന് ഞാൻ ദിനപത്രത്തിലാണ്, ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപർ NV കൃഷ്ണമാരാ. അദ്ദേഹം സൈലന്റ് വാലി സമരത്തിന് അനുകൂലമാണ്. ദിനപത്രത്തിലുള്ള ചില മേലാളന്മാർ അതിനെതിരാണ്. അപ്പം മാതൃഭൂമി ദിനപത്രത്തിൽ സൈലന്റ് വാലി സമരത്തിനെതിരായിട്ട് വാർത്തയും ഫീച്ചറൊക്കെ വരും. വീക്കിലിയിൽ, വാരികയിൽ, ആഴ്ചപ്പതിപ്പിൽ അതിന് അനുകൂലമായിട്ടും വരും. എന്ത് തമാശ എന്നാലും നോക്കൂ. വീരേന്ദ്രകുമാറിൻ്റെ നിലപാടോടുകൂടി മാതൃഭൂമി അതിന് വളരെ പിന്തുണ കൊടുക്കുന്ന ഒരു പത്രമായി മാറി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പ്ലാച്ചിമട സമരം ഒരു വലിയ സംഭവമാക്കി തീർത്തതിൽ മാതൃഭൂമിക്ക് വലിയ പങ്കുണ്ട്. ആ മാതൃഭൂമി ആ മട്ടിൽ മാറ്റിയത് വീരേന്ദ്രകുമാറാണ് എന്ന് ഈ ചർച്ചയുടെ ഇടയ്ക്ക് നമ്മൾ നന്ദിപൂർവ്വം ഓർമ്മിക്കേണ്ടതാണ്. മാതൃഭൂമി ചാനലിലൊരു ചർച്ചയ്ക്ക് ഇരിക്കേണ്ടതുണ്ട് എനിക്ക്. അപ്പം ഞാൻ ഒന്ന് നോക്കിയിട്ട് ഇത് നിർത്താൻ പോവാണ്. പ്ലീസ് റെക്കമെൻഡ് സം മലയാളം ബുക്സ് ടു റീഡ് ഡ്യൂറിങ് COVID-19 ടൈംസ്, ബോത്ത് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. ഞാൻ കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം, OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം, ബഷീറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ, വിഭൂതിഭൂഷൻ്റെ ആരണ്യക്, താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യനികേതനം. ബംഗാളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ് താരാശങ്കർ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനികേതനം വായിച്ചാൽ മരണഭീതി വളരെ കുറഞ്ഞു കിട്ടുമെന്നാണ് എൻ്റെ അനുഭവം. പിന്നെ പ്രസാദ് നൈസർ എന്ന് പറയുന്ന നന്ദി. പിന്നെ സലാം കാരിശ്ശേരിയെക്കുറിച്ച് പറയുമോ മാഷെ? ഇപ്പോൾ എനിക്ക് നേരമില്ല. അദ്ദേഹം എൻ്റെ ബാപ്പയുടെ ജ്യേഷ്ഠൻ്റെ മകനാണ്. 20 കൊല്ലം മുമ്പ് മരിച്ചുപോയി. സിനിമാ നിർമ്മാതാവും സിനിമാ നടനും ഒക്കെ ആയിരുന്നു. ട്യൂണ അനീസ്, അതെ സാർ, അതുപോലുള്ളൊരു അമ്മയുടെ മകൻ ആയത് നല്ല ചിന്തകൾ വളർത്താനായി അങ്ങേക്ക് വളരെ സന്തോഷം. പിന്നെ മനുഷ്യർ വേട്ടയാടാൻ തുടങ്ങിയ കാലം മുതൽ പ്രകൃതിയെ ചൂഷണം ചെയ്തു തുടങ്ങിയിരുന്നു. ഇന്ന് തുടരുന്നു. നമുക്ക് ചർച്ച ചെയ്യുന്നതിനുപരി തടയിടാൻ കഴിയില്ല എന്നല്ലേ സത്യം. ഈ പ്രകൃതി ദിനത്തിൽ 10 തൈ വെച്ചുകൊണ്ട് മാത്രം എന്തൊരു തൈ വയ്ക്കുന്നതിന് നിന്നിച്ചോളുന്ന എന്തൊരു വാശിയാണ്. തൈ വയ്ക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്തുണ്ടോ? ഇങ്ങനെ വളരെ നിഷേധാത്മകമായി ആലോചിക്കാതിരിക്കും. ഞാനത് 3ാമത്തെ ആളോടെ പറയുന്നത്. തൈ വയ്ക്കുന്നത് നിങ്ങൾക്ക് സൗകര്യത്തിലേ വെക്കണ്ട. ഒരാൾ വെക്കുന്നത്, തൈ വയ്ക്കുന്നത് നല്ലതല്ലേ? അതുകൊണ്ട് ആർക്കെങ്കിലും ബോംബാണോ ഈ വയ്ക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല അത്. മുഹമ്മദ് അലി കേവി, എൻ്റെ ഭാര്യാപിതാവ് സാറിനോട് അന്വേഷണം പറഞ്ഞിട്ടുണ്ട്, വളരെ സന്തോഷം. പിന്നെ സാബു, നമസ്കാരം മാഷെ. പിന്നെ എന്താണ്, ചിത്ര സലീം കുമാർ, കണ്ടതിൽ സന്തോഷം മാഷെ. ഇനി എന്നോട് ക്ഷമിക്കുക, എനിക്ക് ഇതിപ്പോൾ കുറച്ച് ചോദ്യങ്ങളോട് ബാക്കിയുണ്ട്. സംഭാഷണം കേട്ടതിനും വളരെ ബുദ്ധിപൂർവ്വം ചോദ്യങ്ങൾ ചോദിച്ചതിനും വളരെ സന്തോഷം. എൻ്റെ പഴയ പല സുഹൃത്തുക്കളെയും ഈ കൂട്ടത്തിൽ മറ്റേ രാമേന്ദ്ര മുഖേരി, ഡേവിസ് തുടങ്ങിയുള്ള സുഹൃത്തുക്കളെയൊക്കെ ഈ കൂട്ടത്തിൽ കിട്ടിയതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.